നമസ്കാരം. സംവാദത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ സ്വയംഭരണ അവകാശമുള്ള 455 കോളേജുകളുടെ നിരയിലേക്ക് ഈ ആഴ്ചയിൽ കേരളത്തിൽ നിന്ന് 7 കലാലയങ്ങൾ കൂടെ എഴുതി ചേർക്കപ്പെട്ടു. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു കോളേജിന് സ്വയംഭരണ അവകാശം ലഭിക്കുന്നത്. ആഗോള പ്രശസ്തിയിലേക്കും ലോക നിലവാരത്തിലേക്കും ഉയരുവാൻ വേണ്ടിയിട്ടുള്ള യാത്രയുടെ ആദ്യ പടിയാണിതെന്ന ഒരു വാദം ഒരു ഭാഗത്തുണ്ടായിരിക്കുമ്പോൾ ഫീസു വർധനയിലൂടെ സ്വാശ്രയവൽക്കരണത്തിലൂടെ കച്ചവടം നടത്തുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ തീരുമാനമെന്ന മറ്റൊരു പ്രതിവാദവും നിലനിൽക്കുന്നു. ഈ വിഷയത്തിന്റെ വിവിധ വശങ്ങളാണ് ഇന്ന് സംവാദം ചർച്ച ചെയ്യുന്നത്. വളരെ പ്രശസ്തരായിട്ടുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ ഒരു പാനലാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ആദ്യമായിട്ട് ഡോക്ടർ എസ് സുകുമാരൻ നായർ. അദ്ദേഹം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറാണ്. സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ അഡ്വൈസറി ബോർഡിന്റെ ഇപ്പോഴത്തെ ചെയർമാനാണ്. ശ്രീ സുകുമാരൻ നായർ, 7 കലാലയങ്ങൾക്ക് 7 കോളേജുകൾക്ക് കേരളത്തിൽ നിന്നും സ്വയംഭരണ അവകാശം ലഭിച്ചിരിക്കുന്നു. എന്തു മാറ്റമാണ് ഈ തീരുമാനം കേരളത്തിന്റെ വിദ്യാഭ്യാസ പരിതസ്ഥിതിയിൽ ഉണ്ടാക്കുന്നത്? നമുക്ക് സ്വയംഭരണ കോളേജുകൾ ഇവിടെ പുതിയതായിട്ട് ആരംഭിക്കുമ്പോൾ അതിൽ വരുത്താൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം, ലോകത്തെ ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവലംബിച്ചിരിക്കുന്ന ആ ശൈലി നമ്മുടെ ഇവിടെ നടപ്പാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതൊരു വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഇത് ഒരു പക്ഷേ ലോക നിലവാരത്തിലുള്ള വളരെ പ്രശസ്തമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തന്നെ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഒരുപക്ഷെ ആ സ്വയംഭരണം എന്നുള്ള സങ്കല്പമാണ് അവയെ വളരെ ഉന്നതമായ നിലവാരത്തിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്നതെന്നുള്ളത് വിദ്യാഭ്യാസ ശാസ്ത്രം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അംഗീകരിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. ലോക നിലവാരത്തിലേക്ക് നമ്മുടെ സർവകലാശാലകളെ, നമ്മുടെ കോളേജുകളെ ഉയർത്തുന്നതിനുള്ള ആദ്യത്തെ ഒരു പടിയായിട്ട് ഞാൻ കാണുകയാണ്. കാരണം ഇത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൂടുതൽ വളരെ പ്രധാനം. എന്തുകൊണ്ട് നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഒരു പരിഷ്കാരം നമ്മുടെ ഇവിടെ വരുത്താൻ ശ്രമിച്ചില്ല എന്നുള്ള ചോദ്യത്തിനാണ് ഒരു ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. വളരെ കുറച്ച് കോളേജുകൾ മാത്രമാണ് ഇപ്പോഴും ഓട്ടോണമസ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് വന്നിരിക്കുന്നത്. അഭിപ്രായത്തിൽ ഇത്രയും എതിർപ്പ് ഇതിനുണ്ടാവാനായിട്ടുള്ള കാരണം എന്താണ്? അത് ശരിയായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇതിന്റെ സങ്കല്പങ്ങൾ, അടിസ്ഥാനപരമായിട്ടുള്ള സങ്കല്പങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുകയും ലോക നിലവാരത്തിലുള്ള വളരെ പ്രശസ്തമായ സ്ഥാപനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും നമ്മൾ ചെയ്തിട്ടില്ല എന്ന് മാത്രമാണ് അതിന്റെ അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഞാൻ സാറിലേക്ക് തിരിച്ചു വരാം. നമ്മോടൊപ്പം ശ്രീ വി എൻ രാജശേഖരൻ പിള്ള സാറുണ്ട്. അദ്ദേഹം ഇഗ്നൌവിന്റെ മുൻ വൈസ് ചാൻസലറാണ്, UGCയുടെ അധ്യക്ഷനായിരുന്നു, അതുപോലെ നാക്കിന്റെ അധ്യക്ഷനായിരുന്നു. ശ്രീ രാജശേഖരൻ പിള്ള സാർ, ഈ പ്രധാനമായിട്ടും ഈ ഒരു തീരുമാനം കടന്നു വരുമ്പോൾ പുതിയ കോഴ്സുകൾ കടന്നു വരും, തീരുമാനങ്ങൾ എളുപ്പത്തിൽ നടക്കുവാൻ കഴിയും, അതുപോലെ അധ്യാപകരുടെ സെലക്ഷൻ എല്ലാം വളരെ എളുപ്പത്തിൽ നടക്കും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ഇപ്പോഴത്തെ സ്ട്രക്ചർ നിലനിർത്തിക്കൊണ്ട് സാധ്യമല്ലേ? തീർച്ചയായിട്ടും സാധ്യമാണ്. എങ്കിലും ധാരാളം പരിമിതികളുണ്ട് ഇപ്പോഴത്തെ ഘടനയിൽ. വാസ്തവത്തിൽ സ്വയംഭരണാവകാശം കോളേജിന് കൊടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉത്തരവാദിത്വവും അക്കാഡമിക് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരും അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള അധ്യാപകർക്ക് സ്വയംഭരണം, അവരുടെ ശാക്തീകരണമാണ് വാസ്തവത്തിൽ സ്വയംഭരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇപ്പോഴത്തെ ഘടനയിലും സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമാണ്, തീർച്ചയായിട്ടും സാധ്യമാണ്. പക്ഷേ ഒരു പഠിപ്പിക്കുന്ന അധ്യാപകർ പരീക്ഷ നടത്തുന്നില്ല, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ സിലബസ് പാഠ്യപദ്ധതി ഉണ്ടാക്കുന്നതിൽ ഭാഗമാകുന്നില്ല. പഠിപ്പിക്കുന്ന അധ്യാപകർ ആ കുട്ടികളുടെ ഏത് കുട്ടികളെയാണോ അവർ പഠിപ്പിക്കുന്നത് അവരുടെ പരീക്ഷ നടത്തുന്നില്ല എന്നുള്ളൊരു സംവിധാനം ആണ് ഇപ്പോഴത്തെ ഘടനയിലുള്ളത്. ആ ഒരു സംവിധാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അക്കാഡമിക് ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിന്റെ അധ്യാപകരും വിദ്യാർത്ഥികൾക്കും ഇടയിൽ മാത്രമായി വിദ്യാഭ്യാസം നിലനിൽക്കുന്ന രീതിയിലേക്കാണോ നമ്മുടെ ഈ തീരുമാനം കൊണ്ടുവരുന്നത്? തീർച്ചയായിട്ടും അധ്യാപകരും വിദ്യാർത്ഥികളും മാത്രമാണ് ഇതിനകത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇത് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഏറ്റവും സ്വതന്ത്രമായ
സംവാദവും അവർ പക്ഷേ ഇതിന്റെ ഗവേണിംഗ് ബോഡിയിൽ ഉൾപ്പെടെ മാനേജ്മെന്റിന്റെ റെപ്രസെന്റേറ്റീവ്സിന് വളരെ നല്ലൊരു പ്രാതിനിധ്യമുണ്ട്. കാരണം 12 പേരിൽ 5 പേര് മാനേജ്മെന്റിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് വരുന്നു. അപ്പൊ അവരും ഈ സംവാദത്തിൽ കടന്നു വരില്ല. അല്ല, അത് ഗവേണിംഗ് ബോഡിയാണ്. ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത് അക്കാഡമിക് ബോഡി അല്ല. അക്കാഡമിക് ബോഡി എന്ന് പറയുന്നത് ബോർഡ് ഓഫ് സ്റ്റഡീസ്. ഉദാഹരണത്തിന് ഇന്നൊരു സർവകലാശാല, ഇന്നത്തെ നമ്മുടെ ഒരു സർവകലാശാല എടുക്കാം. അവിടെ ഓരോ വിഷയത്തിനും ഓരോ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഉണ്ട്. അണ്ടർ ഗ്രാജുവേറ്റ് വിദ്യാഭ്യാസത്തിനും ബോർഡ് ഓഫ് സ്റ്റഡീസ് ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാഭ്യാസത്തിനും ബോർഡ് ഓഫ് സ്റ്റഡീസ് ഉണ്ട്. ഓരോ ബോർഡ് ഓഫ് സ്റ്റഡീസിലും 10-12 പേര് വീതം, 10-12 പേര് വീതം ഉണ്ടാകും, ഏറ്റവും കൂടിയത്. ഇവരാണ് ഒരു സർവകലാശാലയുടെ എല്ലാ ആ വിഷയത്തെ പറ്റിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആദ്യത്തെ തീരുമാനം അവിടുന്നാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഒരു സർവകലാശാലയ്ക്ക് കുറച്ച് വിഷയങ്ങൾ ഉൾപ്പെടുത്തി, കുറച്ച് ബോർഡ് ഓഫ് സ്റ്റഡീസുകൾ ഉൾപ്പെടുത്തി ഒരു ഫാക്കൽറ്റി എന്നൊരു സമിതിയുണ്ട്. ഫാക്കൽറ്റി ഓഫ് സയൻസ്, ഫാക്കൽറ്റി ഓഫ് ഹ്യൂമാനിറ്റീസ്, ഫാക്കൽറ്റി ഓഫ് ലോ. ഇങ്ങനെ അതിൽ ഉദ്ദേശിക്കുന്നത് വിവിധ വിഷയങ്ങളിലുള്ള വിദഗ്ധർ തമ്മിലുള്ള, അധ്യാപകർ തമ്മിലുള്ള സംവാദവും അത് ഇന്റർഡിസിപ്ലിനറി നേച്ചർ വരുത്തുകയാണ്. അത് കഴിഞ്ഞ് ആണ് അക്കാഡമിക് കൗൺസിൽ എന്നൊരു ബോഡി. അത് വലിയ ബോഡിയാണ്. അക്കാഡമിക് കൗൺസിലും അധ്യാപകരും വിദ്യാഭ്യാസ വിചക്ഷണരും ഗവേഷകരും മാത്രം ഉള്ള ബോഡിയാണ്. കുറച്ച് എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സും ഉണ്ട്. ഈ സമിതികൾ ഇത്രയും, അതായത് ഉദാഹരണത്തിന് ഈ സമിതികൾ എന്തുകൊണ്ട് ഇതുപോലെയുള്ള 8-10 പേരുള്ള ഒരു ബോർഡ് ഓഫ് സ്റ്റഡീസ് കോളേജിലുണ്ടായിക്കൂടാ? ഒരു 10-20 പേരുള്ള ഒരു ഫാക്കൽറ്റി ഒരു കോളേജിലുണ്ടായിക്കൂടാ? അതുപോലെ തന്നെ 10-40 പേർ അല്ലെങ്കിൽ ഒരു 10-50 പേരുള്ള ഒരു അക്കാഡമിക് കൗൺസിൽ ഒരുപടി. ഈ സമിതികൾ മാത്രമേ തീരുമാനങ്ങളും ചർച്ചകളും കുറച്ചുകൂടെ ഊർജ്ജസ്വലമാകുക മാത്രമല്ല, ഈ കോളേജിന് ഇങ്ങനെയുള്ള പ്രഗത്ഭരായവരുടെ ഈ യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ബോർഡ് ഓഫ് സ്റ്റഡീസ് തന്നെ ഇവിടെയും വരാനൊന്നും ഒരു തടസ്സവുമില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇതേ സിസ്റ്റം തന്നെ ഇപ്പൊ യൂണിവേഴ്സിറ്റിയിലുള്ള കാര്യവും താങ്കൾ പറയുകയുണ്ടായി. ആ സിസ്റ്റത്തിന് എന്തുകൊണ്ട് നമുക്ക് ഇഫക്റ്റീവായി കൊണ്ടുപോകാൻ കഴിയില്ല? ആ സിസ്റ്റം ആ സിസ്റ്റം കൊണ്ട് നടക്കുന്നത്, പണ്ട് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങും ആ കോളേജുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് യൂണിവേഴ്സിറ്റി എന്നുള്ള കൺസെപ്റ്റ് വരുമ്പോൾ ആ യൂണിവേഴ്സിറ്റിയും ആ പഠിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളുമായിരുന്നു. അന്നത്തെ അതിനുവേണ്ടിയുള്ള ഒരു സമിതിയായിരുന്നു. ഇന്നതിൽ കൂടുതൽ കോളേജുകൾ അഫിലിയേറ്റ് ചെയ്യപ്പെടുന്നു. കൂടുതലല്ല, എത്ര ആയിരം, ഉദാഹരണത്തിന് ഏതാണ്ട് 1000 കോളേജുകളൊക്കെയുള്ള സർവകലാശാലകളുണ്ട്. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ അശോക് ആണ്. അദ്ദേഹം വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്. ഡോക്ടർ ബി അശോക്, താങ്കൾ ഇന്ത്യയിലും വിദേശത്തും വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളാണ്. ഇവിടെ രണ്ടിടത്ത് ഈ വിദ്യാഭ്യാസ രീതികളെ കുറിച്ച് നിരീക്ഷിച്ചിട്ടുള്ള പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഇത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ എന്തുമാത്രം ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിനെ മുന്നോട്ട് നയിക്കാൻ, ലോക നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ ഈ തീരുമാനത്തിന് കഴിയും, കോളേജുകൾ ഓട്ടോണമസ് ആക്കുന്ന? അല്ല, തീർച്ചയായിട്ടും അതൊരു സ്റ്റെപ്പ് ഫോർവേഡ് തന്നെയാണ്. കാരണം വിദേശത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൽ മികവുണ്ടെന്ന് കരുതപ്പെടുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ സ്കൂളിന് ശേഷം പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്നെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പോവാം, അല്ലെങ്കിൽ കോളേജിൽ പോവാം. ഇപ്പോൾ അതേ സംവിധാനം തന്നെയാണ് നമ്മൾ കാലക്രമേണ കൊണ്ടുവരുന്നത്. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? മികവുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പാരാമീറ്റേഴ്സ് അനുസരിച്ച് മുന്നിൽ നിൽക്കുന്ന ഒരു കോളേജിന് നിലവിൽ സർവകലാശാല എക്സർസൈസ് ചെയ്യുന്ന ഓട്ടോണമിയുടെ ഒരു പങ്ക് കൊടുക്കുകയാണ്. അപ്പോൾ താത്വികമായിട്ട് അതിന് യാതൊരു പ്രയാസവുമില്ല. നിലവിൽ തന്നെയുള്ള ഓട്ടോണമിയാണ്. അതിൽ അക്കാഡമിക് ആയിട്ടുള്ള കുറേ സെറ്റ് തീരുമാനങ്ങൾ മികവുള്ള കോളേജുകൾ എക്സർസൈസ് ചെയ്തുള്ളതിനായിട്ട് അനുവദിക്കുകയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റികളുടെ ഭരണസമിതി, പൊതുസഭ, അക്കാദമിക് സമിതി, ബോർഡ് ഓഫ് സ്റ്റഡീസ് പോലെ തന്നെ ആ സ്ട്രക്ചേഴ്സ് കോളേജുകളിൽ വരുന്നതിനും അതിൽ മികവുള്ള ആളുകളെ കണ്ടെത്തി അത് മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നതിനും ഇൻ പ്രിൻസിപ്പിൾ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകേണ്ടതായിട്ടുള്ള കാര്യമില്ല. അത് മാത്രമല്ല, ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ പണ്ട് ഒരു ഹാർവർഡ് യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, ഇതിന് 2 ഫംഗ്ഷൻ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് താഴെ ലെവലിലുള്ള ട്രെയിനിങ് പീപ്പിൾ ടു കം ടു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടർ ലെവൽസ്. അത് രണ്ടാമത്തെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സെന്റിനൽ ഫംഗ്ഷനാണ്. റിസർച്ച്, ഇന്നോവേഷൻ, ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്കോപ്പിംഗ്. അതിന് അദ്ദേഹം ചുരുക്കത്തിൽ പറഞ്ഞത് സ്പീക്കിംഗ് ട്രൂത്ത് ടു പവർ എന്നാണ് പറഞ്ഞത്. സമൂഹത്തിൽ ശക്തിയുള്ള കോർപ്പറേറ്റ് മേഖലയോടായാലും ഗവൺമെന്റിനോടായാലും സത്യം പറയുക. അപ്പോൾ നമുക്കിവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, ഈ യൂണിവേഴ്സിറ്റീസ് വളരെ സ്കോപ്പിൽ ഈ പറഞ്ഞ പോലെ അഫിലിയേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് ഗ്രാജുവേറ്റ് സെക്ടറിലോട്ട് കണ്ടമാനം അങ്ങ് വേര് താഴ്ത്തിയപ്പോൾ ഈ സെന്റിനൽ ഫംഗ്ഷൻ ഇപ്പോൾ വേണ്ടവണ്ണം ഡിസ്ചാർജ് ചെയ്യുന്നില്ല. യു കനോട്ട് സേ ദേ ആർ ഹ്യൂജ് സെന്റേഴ്സ് ഓഫ് ഇന്നോവേഷൻ ആൻഡ് റിസർച്ച്. ഇതൊരു അവസരമാണ്. അല്ല, എന്റെ ഒരു സംശയം, ഈ ടോക്കിംഗ് ടു ദ പവർ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഉള്ള ഒരു സംശയം, ഇപ്പോ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോ UK എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേംബ്രിഡ്ജ് സർവകലാശാല
അവിടുത്തെ കൺസർവേറ്റീവ്സിന് വേണ്ടി ചിന്തിക്കുകയും അവരുടെ ഒരു ജിഹ്വയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു പലപ്പോഴും റിസർച്ചുകൾ ഉൾപ്പെടെ. എന്നാൽ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ലേബർ പാർട്ടിയുടെ ഒരു ബുദ്ധി കേന്ദ്രമായിട്ടാണ് പലപ്പോഴും ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിൽ ഓട്ടോണോമസ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാറിക്കഴിഞ്ഞാൽ അവരവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് ചിന്തിക്കുന്ന യൂണിറ്റുകളായി ബോഡികളായി മാറില്ലേ? അല്ല, ഈ കേംബ്രിഡ്ജിനെ പറ്റി LSE പറ്റി പറഞ്ഞത് അതൊരു വലിയ ജനറലൈസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ. പക്ഷേ ഓരോ ഐഡിയോളജികൾക്ക് കൂടുതൽ സ്വാധീനമുള്ള സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കൺസർവേറ്റീവ്സും ലേബർ പാർട്ടിയും തമ്മിലുള്ള ഒരു മത്സരമായിട്ടല്ല യൂണിവേഴ്സിറ്റികളുടെ മാനേജ്മെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡേ ടു ഡേ മാനേജ്മെന്റിൽ കേംബ്രിഡ്ജോ LSEയോ അല്ലെ ഞാൻ തന്നെ ഉണ്ടായിരുന്ന ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലോ ഈ പറയുന്ന പാർട്ടി പോളിറ്റിക്സ് അല്ലെങ്കിൽ UK പാർലമെന്റിന്റെ പോളിറ്റിക്സിനെ അനുസരിച്ചല്ല ഒരിക്കലും യൂണിവേഴ്സിറ്റികൾ. അവർക്ക് അവരുടെ സ്വന്തമായ അജണ്ടയുണ്ട്, സ്വന്തമായിട്ടുള്ള അവരുടെ ലോങ് ടേം പ്ലാൻ ഉണ്ട്, പെർസ്പെക്റ്റീവ് ഉണ്ട്, ഷോർട്ട് ടേം പ്ലാനുകളുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ അവരുടെ ഓട്ടോണമിയെ ഡൈല്യൂട്ട് ചെയ്തുകൊണ്ടല്ല ഈ പറയുന്ന ഒരു കാര്യങ്ങളും അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. അത് ഓട്ടോണമി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ അവർ പോലും അറിയാതെ ആ ചിന്താരീതികൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാകില്ലേ? അല്ല, ആണെങ്കിൽ തന്നെ എന്താണ് വിദ്യാർത്ഥികൾ പിന്നെ യൂണിവേഴ്സിറ്റിയുടെ മാനേജ്മെന്റോ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറോ ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ ധാരണകൾക്കോ അവരുടെ പ്രഖ്യാപിത വിശ്വാസങ്ങൾക്കോ അനുസൃതമായിട്ടാണ് ലോകത്തിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പോകുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. മിക്കവാറും അവരതിനെതിരായിട്ട് തന്നെയായിരിക്കും നിലനിൽക്കുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു അപകടം ഞാൻ കാണുന്നില്ല. ശരി, നമ്മോടൊപ്പം ഡോക്ടർ NK ജയകുമാർ ഉണ്ട്. അദ്ദേഹം നാഷണൽ ഫെലോ ഓഫ് ഇന്ത്യൻ കൗൺസിൽ ഫോർ സോഷ്യൽ സയൻസ് ആൻഡ് റിസർച്ച് ആണ്. ഡോക്ടർ NK ജയകുമാർ, താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഓട്ടോണോമസ് ആക്കാനുള്ള തീരുമാനത്തിന്? എനിക്ക് മുമ്പ് സംസാരിച്ച 3 പേരും ഇതിനെ പൊതുവെ സ്വാഗതം ചെയ്യാനുണ്ടായത്. തീർച്ചയായിട്ടും. എനിക്ക് പക്ഷേ ഇതിനെക്കുറിച്ച് ചില സംശയങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആരും തന്നെ സ്വയംഭരണം എന്നുള്ള ആശയത്തെ ചോദ്യം ചെയ്യാൻ തയ്യാറാവില്ല. ഈ മേഖലയിൽ സ്വയംഭരണം വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതുപോലെ തന്നെ നിലവിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ആരും തന്നെ തൃപ്തരല്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഫിലിയേറ്റിംഗ് സിസ്റ്റം നമ്മുടെ സർവകലാശാലകളെ വല്ലാതെ തളർത്തിയിരിക്കുകയാണ്. താങ്ങാനാവാത്ത ഭാരം സർവകലാശാലകൾക്ക് വരുന്നു. 500, 600, ഇപ്പോൾ ഇവിടെ പറഞ്ഞ 1000 കോളേജുകൾ വരെ അഫിലിയേറ്റ് ചെയ്ത യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലുണ്ടെന്നാണ് പറയുന്നത്. കേരളത്തിലെ സർവകലാശാലകൾക്ക് പോലും എനിക്ക് 100 കണക്കിന് അഫിലിയേറ്റഡ് കോളേജുകളുണ്ട്. അപ്പോൾ അതിലൊരു മാറ്റം അനിവാര്യമാണ്. പക്ഷേ ആ മാറ്റം എങ്ങനെ എന്നുള്ളത് കുറെ കൂടി ആലോചിക്കേണ്ട വിഷയമാണ്. ഇന്നിപ്പോൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിന് ഏതാണ്ട് 7 കോളേജുകളോളം ഓട്ടോണോമി രീതിയിലേക്ക്, സ്വയംഭരണ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ തീരുമാനത്തിന് താങ്കൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? അതിലേക്ക് വരാം. ഈ ഇന്ത്യയിൽ ഇതൊരു പുതിയ ആശയമല്ല. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എഡ്യൂക്കേഷൻ കമ്മീഷനും ഒക്കെ മുന്നോട്ട് വെച്ച ആശയമാണ്. ഇപ്പോൾ 450-ലേറെ കോളേജുകൾ സ്വയംഭരണത്തോട് പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിൽ. പക്ഷേ ഇതിനെക്കുറിച്ചൊരു വളരെ ആഴത്തിലൊരു പഠനം നടത്തിയതായി ഞാൻ കാണുന്നില്ല. പക്ഷേ ചില സൂപ്പർഫിഷ്യൽ ഉപരിപ്ലവമായ ചില പഠനങ്ങൾ നടത്തിയത് പറയുന്നത് അതിൽ വളരെ നല്ല കോളേജുകളുണ്ട്, ശരാശരി കോളേജുകളുണ്ട്, മോശം കോളേജുകളുണ്ട്. അപ്പോൾ ഓട്ടോണമി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വയംഭരണം എന്ന് പറയുന്നത് ഒരു കോളേജിനെ പെട്ടെന്ന് എക്സലൻസിലേക്ക്, മികവിലേക്ക് നയിക്കുന്നു എന്ന് വിശ്വസിക്കാൻ സാധിക്കില്ല. അതിന് മറ്റൊരുപാട് ഘടകങ്ങൾ ആവശ്യമാണ്. ഓട്ടോണമിയിലൂടെ മാത്രം നമ്മൾ ആ നിലവാരത്തിലേക്ക് എത്തില്ല എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്? അല്ല, ഓട്ടോണമി ഫലപ്രദമാകണമെങ്കിൽ അനുപൂരകമായ ഒട്ടേറെ ഘടകങ്ങൾ കൂടി നിലനിൽക്കണമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ ഓട്ടോണമി എവിടെ ആരംഭിക്കണമെന്നുള്ള കാര്യത്തിലും എനിക്ക് എൻ്റെതായ അഭിപ്രായമുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തെ സർവകലാശാലകൾക്ക് സ്വയംഭരണമുണ്ടോ? ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഡൽഹി സർവകലാശാലയുടെ ഒരു തീരുമാനം റദ്ദാക്കണം, ഏത് രീതിയിൽ അവർ പ്രവർത്തിക്കണമെന്ന് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ നിർദ്ദേശം കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷനും ഡൽഹി സർവകലാശാലയും ഡൽഹി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഡൽഹി സർവകലാശാലയിൽ എന്ത് നടക്കുന്നു, ഏത് രീതിയിൽ അവരൊരു കോഴ്സ് തുടങ്ങാൻ തീരുമാനിച്ചു എന്നൊക്കെ UGC അറിയാത്ത കാര്യമല്ല. പക്ഷേ അവർ 1 വർഷം ആ കോഴ്സ് റൺ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ വർഷം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒട്ടേറെ ഇടപെടലുകൾ സർവകലാശാല പ്രവർത്തനത്തിലുണ്ടാകുന്നു. എൻ്റെ അടുത്തിരിക്കുന്ന 3 വൈസ് ചാൻസലേഴ്സിനും ആയിരുന്നവർക്കും അത് ബോധ്യമുണ്ട്, എനിക്കും ബോധ്യമുണ്ട്. ഞാനും വൈസ് ചാൻസലറായി പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ സ്വയംഭരണമില്ലാത്ത സർവകലാശാലകളുടെ കീഴിൽ സ്വയംഭരണമുള്ള കോളേജുകൾ എങ്ങനെ ഉണ്ടാവും? അതൊരു ഒന്നാമത്തെ സംശയം. 2, ഇപ്പോൾ സുകുമാരൻ നായർ സാറെ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്.
അദ്ദേഹം ലോകത്തെ മികച്ച സർവകലാശാലകൾ സ്ഥാപനങ്ങളുടെ സ്വയംഭരണത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവയെല്ലാം പൊതുസ്ഥാപനങ്ങളാണ്. സ്വകാര്യ സ്ഥാപനങ്ങളാണെങ്കിൽ പോലും ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളല്ല, പ്രോഫിറ്റ് മോട്ടീവില്ല. നമ്മുടെ കേരളത്തിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനം കുറിച്ച് അത് പറയാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒട്ടേറെ സ്വാധീനങ്ങൾക്ക് വഴങ്ങി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ലാഭം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോട് പ്രവർത്തിക്കുന്ന മാനേജ്മെൻറ്റുകൾക്ക് സ്വയംഭരണാവകാശം കൂടി കിട്ടിക്കഴിഞ്ഞാൽ അത് ഏതെല്ലാം രീതിയിൽ ദുരുപയോഗപ്പെടാൻ സാധ്യതയുണ്ടെന്നുകൂടി നമ്മൾ വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയുടെ മുൻ സിൻഡിക്കേറ്റ് അംഗമാണ്, KPCCയുടെ സെക്രട്ടറിയാണ്. ശ്രീ ജ്യോതികുമാർ, വളരെ വ്യത്യസ്തമാണ് ഇതിൽ നിന്നും താങ്കളുടെ അഭിപ്രായം ഞാൻ മനസ്സിലാക്കുന്നു. താങ്കൾ ഓട്ടോണോമിയെ സ്വയംഭരണത്തിന് പരിപൂർണമായി അംഗീകരിക്കുകയും എന്നാൽ അത് ഗവൺമെന്റ് കോളേജുകൾക്ക് കൊടുക്കാൻ പാടില്ല, മറിച്ച് പ്രൈവറ്റ് കോളേജുകൾക്ക് സ്വയംഭരണമാകാമെന്ന് അഭിപ്രായം രേഖപ്പെടുത്തി, അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായം ഉള്ളൊരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ചിന്താഗതി ഉണ്ടാവുന്നത്? സ്വയംഭരണ കോളേജുകളെ സംബന്ധിച്ച് കേരളത്തിൽ അത് ഒരു റിയാലിറ്റിയായി. കാരണം കഴിഞ്ഞ 2013 നവംബർ 30 ഗവർണർ ഓർഡിനൻസിൽ ഒപ്പുവെച്ചതോടുകൂടി അത് ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഇനി അതിന്റെ മറ്റ് പ്രൊസീഡിങ്സ് മാത്രമേ അവശേഷിക്കുള്ളൂ. അത് ഇനി നിയമസഭാ സമ്മേളനത്തിൽ തന്നെ പൂർത്തിയാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1-ാം തീയതി സബ്ജക്ട് കമ്മിറ്റി കൂടുന്നു, 9-ാം തീയതി അസംബ്ലിയിൽ ചർച്ചയ്ക്കും വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വയംഭരണം കോളേജുകൾ യാഥാർത്ഥ്യമായി എന്ന സ്ഥിതിക്ക് അത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ സമൂഹം എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതിനെ സംബന്ധിച്ചാണ് തർക്കം നിലനിൽക്കുന്നത്. ഇവിടെ ഇന്ത്യയിലെ ഇപ്പോൾ സ്വയംഭരണ കോളേജുകളെ സംബന്ധിച്ച് പലരും പല അഭിപ്രായം പറഞ്ഞെങ്കിലും നമുക്ക് ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്. ഇന്ത്യയിലെ 573 യൂണിവേഴ്സിറ്റികളിൽ 129 യൂണിവേഴ്സിറ്റികൾ ഡീംഡാണ്. അപ്പോൾ അതെല്ലാം മാറ്റിവെച്ചാൽ പോലും കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ഈ കോളേജുകൾ ഇപ്പോൾ 7 കോളേജുകൾ കൊടുത്തു, ബാക്കി 4 കോളേജുകളെ സംബന്ധിച്ചുള്ള ഡിസിഷൻ പെൻഡിങ്ങിലാണ്. അതിൽ 2 കോളേജുകൾ ഗവൺമെന്റാണ്. ഞാൻ പറഞ്ഞത്, ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് അംഗമായിരുന്ന ആളാണ്. രാജശേഖരൻ സാർ ഇതിന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു. ബോർഡ് ഓഫ് സ്റ്റഡീസിനെ കുറിച്ചും അക്കാഡമിക് കൗൺസിലിനെ കുറിച്ചും പിന്നെ ഫാക്കൽറ്റിയെ കുറിച്ചും ഒക്കെ. അതിന്റെ ഒരു മിനിയേച്ചർ രൂപമാണ് നമ്മൾ കോളേജുകളിലേക്ക് പഠിച്ചു നടന്നത്. അതിനകത്ത് ഫാക്കൽറ്റി എന്നൊരു ഘടകം മാത്രമേ ഉള്ളൂ ഒഴിവാക്കപ്പെടുന്നത്. ബോർഡ് ഓഫ് സ്റ്റഡീസ് അതുപോലെയുണ്ട്, അക്കാഡമിക് കൗൺസിൽ അതുപോലെയുണ്ട്, പിന്നെ അതിനുശേഷം ഗവേണിംഗ് കൗൺസിലുണ്ട്. അതാണ് അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത്. അതിനകത്ത് 8 അംഗങ്ങളാണുള്ളത് ഗവേണിംഗ് കൗൺസിലിൽ. 12 ഇല്ല, 8 പേരാണ്. 3 ടീച്ചേഴ്സും ഒരു എക്സ്പേർട്ടിനെ ചെയർമാനെ നിയമിച്ചുകൊണ്ട് 3 ടീച്ചേഴ്സും UGCയുടെ റെപ്രസെന്റേറ്റീവും, പിന്നെ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഡെപ്യൂട്ടി ഡയറക്ടർ കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ റാങ്കിൽ അല്ലെങ്കിൽ ജോയിന്റ് രജിസ്ട്രാർ റാങ്കിൽ കുറയാത്ത, ജോയിന്റ് സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഒരാളും, മറ്റു കോളേജുകളെ സംബന്ധിച്ച് സ്വാശ്രയ കോളേജുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളെ സംബന്ധിച്ച് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ഉൾപ്പെടുന്ന 8 അംഗങ്ങൾ താഴോട്ട് വരുന്ന ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഓരോ റെപ്രസെന്റേറ്റീവ്, കൺസേൺ യൂണിവേഴ്സിറ്റി റെപ്രസെന്റേറ്റീവ് ഉൾപ്പെടെ 8 അംഗങ്ങളാണ് ഗവൺമെന്റ് കൗൺസിൽ വരുന്നത്. ആ 3 ടീച്ചർമാരെ നിയമിക്കുന്നതിനകത്താണ് ഈ പറഞ്ഞതിൽ മാനേജ്മെന്റുകൾക്ക് സ്വാധീനം ലഭിക്കും എന്ന് പറയുന്നത്. അല്ല, എനിക്ക് തോന്നുന്നു, എന്റെ അറിവ് തെറ്റാണോ എന്ന് എനിക്കറിയില്ല, ഈ ഗവേണിംഗ് കൗൺസിലിൽ 5 മെമ്പർമാർ മാനേജ്മെന്റിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് വരാമെന്നും എനിക്ക് തോന്നുന്നു. അല്ല, അങ്ങനെയല്ല. അതിനകത്ത് ചെയർമാനെ തീരുമാനിക്കണം. ചെയർമാനെ ആര് തീരുമാനിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ പറഞ്ഞിട്ടില്ല. 3 ടീച്ചേഴ്സിനെ, അവിടെ ഒരു ചെറിയ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളതാണ്. 3 ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ഗവൺമെന്റ് കോളേജുകളിൽ എന്റെ ചോദ്യം ഇവിടെ താങ്കൾ ഗവൺമെന്റിനെയും പ്രൈവറ്റിനെയും തമ്മിൽ എന്തുകൊണ്ട് വേർതിരിച്ച് കാണുന്നു ഈ ഓട്ടോണോമി? ഞാൻ അതിന് ഒരു ഉദാഹരണം പറയാം. കേരള സർവകലാശാലയിൽ ഇവിടെ ഇരിക്കുന്ന സുമൻ സാറിനൊക്കെ നല്ല വ്യക്തമായിട്ട് അറിയാം. 18 വർഷം മുമ്പ് കേരള സർവകലാശാലയിലെ കാര്യവട്ടം ക്യാമ്പസിൽ ഈ ഓട്ടോണമി സംവിധാനം നിലവിൽ വന്നതാണ്. CSS എന്ന പേരിൽ കഴിഞ്ഞ 18 വർഷമായി നിലനിൽക്കുന്നു. സാറിന് നന്നായിട്ട് അറിയാവുന്നതാണ്. അവിടെ ഇതെങ്ങനെ നടപ്പിലാവുന്നു, എങ്ങനെ നടപ്പിലായി, ഇപ്പോൾ അതിന്റെ അവസ്ഥ എന്താണ്, നമ്മൾ എന്തിനാണ് ഓട്ടോണമി കൊണ്ടുവന്നത്, അത് അവിടെ പ്രയോജനപ്പെട്ടോ എന്ന് വിലയിരുത്തിയിട്ട് വേണം ഇതിലേക്ക് കടക്കാൻ എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. കാരണം അവിടെ ഗവൺമെന്റ് കോളേജിൽ ഇപ്പം നിൽക്കുന്ന ഓട്ടോണമി സംവിധാനത്തിന് നന്നായി പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് താങ്കൾ അത് വേണ്ട എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ്. അതേസമയം ഞാൻ പറഞ്ഞത്, ഒരു യൂണിവേഴ്സിറ്റിയിൽ ഗവൺമെന്റ് കോളേജുകളും സെൽഫ് ഫിനാൻസിങ് കോളേജുകളും എയ്ഡഡ് കോളേജുകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ പറഞ്ഞപ്പോൾ കോളേജുകളുടെ ആധിക്യമാണ് ഘടകമെങ്കിൽ ആ കോളേജുകളിൽ പിന്നെ സെന്റർ ഓഫ് എക്സലൻസ് ആയി നിലനിൽക്കുന്ന കുറെ കോളേജുകൾ ഈ നമ്മുടെ കെട്ടുവട്ടങ്ങൾക്ക് പുറത്തേക്ക്
കടക്കാൻ അവരുടെ പിന്നെ കഴിവുകൾ കൂടുതൽ പ്രദർശിപ്പിക്കാൻ അവർക്ക് അവസരം കിട്ടുന്ന രീതിയിലേക്ക് ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് ഉണ്ടായി കൊടുക്കണം. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. നമ്മോടൊപ്പം SFIയുടെ അഖിലേന്ത്യാ കമ്മിറ്റി അംഗവും കേരള യൂണിവേഴ്സിറ്റിയുടെ മുൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സണുമായ ചിന്ത ജെറോമുണ്ട്. ചിന്ത, ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ പല കോളേജുകൾ എടുക്കുക, അത് IITs ആകട്ടെ, IIM ആകട്ടെ, കർണാടക യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി, മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി, JNTU ആന്ധ്രാപ്രദേശ്, ഇതെല്ലാം സ്വയംഭരണത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സ്വയംഭരണം അവകാശമുള്ള കോളേജുകളാണ് ഇവയെല്ലാം തന്നെ. എന്തുകൊണ്ട് ഇതിന്റെ നിലവാരത്തിലേക്ക് ഉയരാൻ കേരളത്തിലെ കോളേജുകളെ SFI അനുവദിക്കുന്നില്ല? കേരളത്തിലെ കോളേജുകൾ ഇതേ നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയാണോ ഈ തീരുമാനം എന്നുള്ള കാര്യത്തിൽ SFIക്ക് വലിയ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് SFI ഇതിനെതിരെ വലിയ പ്രക്ഷോഭവുമായി രംഗത്ത് വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഉന്നയിക്കാനുള്ള കാരണം 90കളിലാണ് സ്വയംഭരണം എന്ന് പറയുന്ന ആശയം ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്ത് അക്കാഡമിക് ഓട്ടോണമി കൊടുക്കാം എന്നുള്ള തീരുമാനം ആയിരുന്നു. പക്ഷെ അന്ന് പ്രധാനപ്പെട്ട ഒരു കോളേജുകളും അക്കാഡമിക് ഓട്ടോണമി വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഫിനാൻഷ്യൽ ഓട്ടോണമിയും അഡ്മിനിസ്ട്രേറ്റീവ് ഓട്ടോണമിയും ഒക്കെ വരുമ്പോൾ അതിനകത്ത് വലിയ കച്ചവട സാധ്യത കണ്ടുകൊണ്ടാണ് ഇത്തരം കോളേജുകൾ അത്തരത്തിലുള്ള ആവശ്യത്തിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ ഒരുപാട് പ്രമുഖമായ കോളേജുകളുടെ ലിസ്റ്റ് എടുക്കുമ്പോഴും ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കുന്നത്, പാറ്റന്റ് നേടുന്ന കോളേജുകൾ, ആ കോളേജുകളുടെ എണ്ണത്തിൽ ഇത്തരത്തിൽ ഓട്ടോണമിയുള്ള കോളേജുകൾ വിരലിലെണ്ണാൻ പോലുമില്ല. അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധേയമായ പബ്ലിക്കേഷൻസുകളുള്ള കോളേജുകൾ, അത്തരം കോളേജുകൾക്കകത്ത് ഈ ഓട്ടോണമിയുള്ള കോളേജുകൾ ആ പട്ടികയ്ക്കകത്ത് ഉൾപ്പെടുന്നില്ല. മറിച്ച് സെന്റർ ഓഫ് എക്സലൻസിയായി പ്രവർത്തിക്കുന്ന, അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ IIM-കൾ എല്ലാം പ്രവർത്തിക്കുന്നത് ഓട്ടോണമി സ്ഥാപനങ്ങളായിട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. IIM-കൾക്കകത്തുള്ള ഒരു ഭൗതിക സാഹചര്യം ഇത്തരം കോളേജുകൾക്കകത്ത് ഉറപ്പുവരുത്താൻ കേരളത്തിലെ കോളേജുകൾക്കകത്ത് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കില്ല. പൊതുവെ കേരളത്തിലെ കോളേജുകളുടെ നിലവാരത്തിനൊപ്പം നിൽക്കുന്ന മറ്റു കോളേജുകൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ഓട്ടോണമി നേടിയ കോളേജുകളൊന്നും ആ രൂപത്തിലേക്ക് എത്തിയിട്ടില്ല. രണ്ട്, കേരളത്തെ സംബന്ധിച്ച് ഈ ഓട്ടോണമി എന്ന് പറയുന്നത് ഓട്ടോക്രസിയായി മാറും എന്നുള്ള വലിയ ഒരു ഭയം SFIയെ സംബന്ധിച്ചുണ്ട്. അതായത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ, അത്യാവശ്യം രാഷ്ട്രീയ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ബലാബലത്തിൽ തുല്യം നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. മറ്റൊരിടത്തും ഓട്ടോക്രസിയായി മാറിയിട്ടില്ലാത്ത ഈ സിസ്റ്റം എങ്ങനെ കേരളത്തിൽ ഓട്ടോക്രസിയായി മാറും? തീർച്ചയായിട്ടും കേരളത്തിൽ ഈ ഓട്ടോണമിയുടെ ഭാഗമായി സ്വയംഭരണം എന്ന് പറയുന്നത് സ്വേച്ഛാധിപത്യത്തിലേക്ക് എത്തുകയാണ്. അതായത് കോളേജിനകത്തെ അധികൃതർക്ക് തന്നെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കാനായിട്ടുള്ള അവകാശം തീരെഴുതി കൊടുക്കുന്നു. ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ അർത്ഥത്തിൽ പ്രാവർത്തികമായി വരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ ആശങ്കയാണ്. ഓട്ടോക്രസിയാണ് നിങ്ങൾ ഭയക്കുന്നത്? തീർച്ചയായിട്ടും ഭയക്കുന്ന വിവിധ ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ ഓട്ടോക്രസിയാണ്. അതായത് വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഞാൻ തിരിച്ചു വരാം നമ്മുടെ ചർച്ചയിലേക്ക്. ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മടങ്ങി വരാം ഇതിന്റെ വ്യത്യസ്തമായിട്ടുള്ള മറ്റു വശങ്ങളിലേക്ക്. ശ്രീ VN രാജശേഖരൻ, എന്റെ ഒരു സംശയം, ഇപ്പൊ നമ്മൾ ഈ അടുത്ത കാലത്തെ ഇതെടുത്തു നോക്കിയാൽ തന്നെ കേരളത്തിൽ കൃത്യമായ ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞ് ഒരു വൈസ് ചാൻസലർ പുറത്തുപോയി. 3 പേർക്ക് വ്യക്തമായിട്ടുള്ള നിബന്ധനകൾ പാലിച്ചല്ല അവർ ഈ പദവിയിൽ തുടരുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ മന്ത്രിസഭയിൽ അറിയിക്കുകയുണ്ടായി. എല്ലാ തരത്തിലും റിജിഡ് ആണെന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനുള്ളിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ നടക്കുമെങ്കിൽ ആ റിജിഡിറ്റിയെ കുറച്ചു കൊണ്ടുവരുന്ന ഓട്ടോണോമിയിൽ ഇതിനുമപ്പുറം എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതകളുണ്ട്? കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലറെ നിയമിക്കുന്നത് ആ സർവകലാശാലയുടെ നിയമാവലികളനുസരിച്ചാണ്. അതിന് കേരളത്തിലെ സർവകലാശാലകളുടെ ആക്ടിൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ ഈ 10 വർഷം യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആയിരിക്കണമെന്നുള്ള നിർദ്ദേശം ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് സാങ്കേതികമായിട്ട് നിയമപരമായിട്ട് അതിന് അങ്ങനെയൊരു പ്രശ്നമില്ല. അത് തീർച്ചയായിട്ടും അല്ല, അപ്പൊ നമ്മൾ ഈ ഓട്ടോണമിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഈ നിയമനത്തിലുമൊക്കെ ഒരുപാട് ഒരു ഫ്ലൂയിഡിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അത് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ വാചകം തന്നെ ഇതായിരുന്നു. അക്കാഡമിക് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, ഉത്തരവാദിത്വമുള്ള,
അധ്യാപകർക്കാണ് ഈ സ്വയംഭരണം കിട്ടേണ്ടത്. അങ്ങനെ ഒരു സമൂഹം ഒരു കോളേജിലുണ്ടെങ്കിൽ ഓട്ടോണമി വളരെ ഭംഗിയായിട്ട് പോകും. എന്റെ അവിടെ ഉള്ള ഒരു ചെറിയ സംശയം, നമ്മുടെ പല എയ്ഡഡും അതുപോലെ തന്നെ അൺഎയ്ഡഡുമായിട്ടുള്ള കോളേജുകൾ എടുത്തു നോക്കിയാൽ അധ്യാപകർ ഏതു വിധേനയും ഉള്ളിലേക്ക് കയറാനായി ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകർ ക്യൂ നിൽക്കുകയാണ്. ഇതിന് പലരും കാശ് കൊടുക്കാൻ പോലും തയ്യാറാണ് എന്നുള്ളത് നമുക്ക് അറിയാത്ത കാര്യമല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അധ്യാപകരിൽ നിന്നും ആ സമൂഹത്തിൽ നിന്ന് ഇത്രയും ഉത്തരവാദിത്തമുള്ള ഒരു പഠിപ്പീരൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഞാൻ അധ്യാപകരെ അങ്ങനെ കുറച്ച് കാണാൻ അധ്യാപകരെ കുറച്ച് കണ്ടല്ലോ, അങ്ങനെ സമൂഹം ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ കുറച്ചു പേരുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്ന് വെച്ച് നമ്മുടെ ഗവൺമെന്റ് കോളേജുകളിൽ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരാണ്, ഏറ്റവും പ്രഗത്ഭരായ നല്ല രീതിയിൽ സെലക്ഷൻ നടക്കുന്ന അധ്യാപകർ നല്ല രീതിയിൽ ഗവൺമെന്റ് കോളേജുകൾ, അതുപോലെ എയ്ഡഡ് കോളേജുകളിൽ കുറച്ച് കോളേജുകളിൽ പൈസ കൊടുത്ത് കയറുന്നുണ്ടാവും. പക്ഷേ ഈ അധ്യാപകർ ക്വാളിഫിക്കേഷൻ നേടുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ ജയകുമാർ സാറിന് അതിലൊരു അഭിപ്രായമുണ്ടെന്ന് പറഞ്ഞു കേട്ടതിനോട് പ്രതികരിക്കുകയാണ്. ഡോക്ടർ രാജശേഖരൻപിള്ള പറഞ്ഞത് വൈസ് ചാൻസലർ ആവാനുള്ള യോഗ്യതകൾ യൂണിവേഴ്സിറ്റി നിയമങ്ങളിൽ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഈ UGC നിബന്ധനകൾ പാലിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതി മധുര കാമരാജ് സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനം റദ്ദാക്കി. കാരണം UGC നിബന്ധനകളനുസരിച്ചുള്ള യോഗ്യതകൾ അദ്ദേഹത്തിനില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ UGC നിബന്ധനകൾ അനുസരിക്കാൻ സർവകലാശാല ബാധ്യസ്ഥമാണ്. UGCയുടെ ഫണ്ട് സ്വീകരിക്കുന്നു, UGCയുടെ മറ്റ് റെഗുലേഷൻസ് അനുസരിക്കുന്നു. ഈ ഒരു കാര്യത്തിൽ മാത്രം UGC നിബന്ധനകൾ നമുക്ക് ബാധകമല്ല എന്നുള്ള നിലപാടെടുക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരത്തെ എത്രത്തോളം മുന്നോട്ടുണ്ടെന്നുള്ളതായിരുന്നു എനിക്ക് സംശയമുണ്ട്. ഒന്ന്. രണ്ട്, താങ്കൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, താങ്കൾ ഇവിടെ പറഞ്ഞത് IIM, IIT, പിന്നെ പ്രശസ്തമായി പ്രവർത്തിക്കുന്ന ചില സർവകലാശാലയുടെ പേര് പറഞ്ഞിട്ട് അതുമായിട്ട് സ്വയംഭരണ കോളേജുകളെ താരതമ്യം ചെയ്തു. അതൊരു ശരിയായ താരതമ്യമല്ല. സ്വയംഭരണ കോളേജുകൾ IIM, IIT ഒക്കെ തികച്ചും പൊതുമേഖലയിലാണ്. അതിൻ്റേതായ ഒരു ഗവേണൻസ് സ്ട്രക്ചറുണ്ട്, നിയമത്തിൻ്റെ ചട്ടക്കൂടുണ്ട്. ഇതൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്നു, ലോക നിലവാരമുള്ള സ്ഥാപനങ്ങളായി പ്രവർത്തിക്കുന്നു. ഇവിടെ എന്താ സ്ഥിതി? ഞാൻ ഈ ഓട്ടോണമി കൊടുക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ ശുപാർശ ഉണ്ടായല്ലോ നമ്മുടെ കേരളത്തിൽ, ഡോക്ടർ മാധവമേനോൻ കമ്മീഷൻ. ആ റിപ്പോർട്ട് വായിച്ചു. അതിൽ പറയുന്നത് ഗവൺമെൻറ് കോളേജുകൾ, എയ്ഡഡ് കോളേജുകൾ, സെൽഫ് ഫൈനാൻസിങ് സ്വാശ്രയ കോളേജുകൾ, ഇവയ്ക്ക് ഈ 3 വിഭാഗത്തിനും സ്വയംഭരണം കൊടുക്കാമെന്നാണ് പറയുന്നത്. ഇതിൽ അവസാനത്തെ വിഭാഗത്തെക്കുറിച്ച് ഞാൻ ചോദിക്കട്ടെ. കേരളത്തിൽ പൊതുവെ സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഈ തർക്കം നടക്കുകയല്ലേ. ഇക്കൊല്ലത്തെ അഡ്മിഷൻ സംബന്ധിച്ചിടത്തോളം തർക്കം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശരി, വ്യക്തമാണ്. ശ്രീ ജ്യോതികുമാർ, താങ്കൾക്ക് ഒരു അഭിപ്രായമുണ്ടായിരുന്നു. അല്ല, ഈ ഓട്ടോണമസ് കോളേജുകൾ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് കൊടുക്കാൻ തീരുമാനിച്ചത്. ഓട്ടോണമി അപ്രൂവൽ കമ്മിറ്റി എന്ന പേരിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ താഴോട്ടുള്ള ഓഫീസേഴ്സ് ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് അത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവർ ഒരു ക്വസ്റ്റ്യൻ കൊടുത്ത് കുറേ പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് ചെയ്തത്. അല്ലാതെ അപ്പോൾ അവിടെ പരിഗണിക്കുമ്പോൾ ഈ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു കോളേജിന്റെ ഓട്ടോണമി കൊടുക്കുന്നത് കൊണ്ട് കോളേജ് നന്നാവുകയോ കൊടുക്കാത്തത് കൊണ്ട് മോശമാവുകയോ ചെയ്യുന്നില്ല. ഇപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്താൽ ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജ് അത് ഡൽഹി യൂണിവേഴ്സിറ്റിയോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുള്ള കോളേജാണ്, അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജാണ്. അതേസമയം ലോയോള കോളേജ് മദ്രാസ്. അല്ല, അപ്പോൾ എൻ്റെ ഒരു സംശയം, ഇപ്പൊ ഗവൺമെന്റിന്റെ തീരുമാനം ഒരു തരത്തിലും കോളേജുകളെ ഗുണപ്പെടുത്താത്തൊരു തീരുമാനമാണല്ലേ? കാരണം അതല്ല ഞാൻ പറഞ്ഞുകൊണ്ട് അതല്ല ഉദ്ദേശിച്ചത്. ഗുണപ്പെടണമെങ്കിൽ ആ കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ അക്കാഡമിക് ഫ്രീഡം, അതായത് അവിടുത്തെ കരിക്കുലം തീരുമാനിക്കുന്ന കരിക്കുലം ആ ഏത് കോളേജ് യൂണിവേഴ്സിറ്റിയോടാണ് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആ യൂണിവേഴ്സിറ്റിയുടെ കരിക്കുലത്തിനേക്കാൾ ബെറ്റർ ആവണം. ഒന്ന്. രണ്ട്, ആ കോളേജിലെ ടീച്ചേഴ്സിന്റെ ക്വാളിറ്റിയെ സംബന്ധിച്ച് നമുക്ക് അഷുർ ചെയ്യാൻ പറ്റണം. അതിന് മുമ്പ് പറഞ്ഞ സെലക്ഷൻ ഓഫ് ടീച്ചേഴ്സ് ഉൾപ്പെടെ ഘടകമാണ്. എന്നാൽ പോലും പക്ഷേ ഇപ്പൊ ഈ കോളേജുകൾക്ക് ഓൾറെഡി തന്നെ ഓട്ടോണമി കൊടുത്തു കഴിഞ്ഞില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും ഈ പറയുന്ന ആശങ്കകൾ ഈ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്നത് അവരെ മോണിറ്റർ ചെയ്യണം. ഇപ്പോൾ ഓട്ടോണമി കൊടുത്ത കോളേജുകളെ വരുന്ന ഏതാനും വർഷത്തേക്ക് മോണിറ്റർ ചെയ്യണം. ശരി, വ്യക്തമാണ്. ഡോക്ടർ അശോക്, ഇവിടെ വിദേശ സർവകലാശാല എടുത്തു നോക്കുകയാണെങ്കിൽ 2009-10 വർഷങ്ങളിൽ UK-യിൽ അവരുടെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസിന്റെ ഫീ
വളരെയധികം കൂട്ടി എന്നുള്ള പേരിൽ ഒരുപാട് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ നടക്കുകയുണ്ടായി. ഇത് തന്നെയാണ് അമേരിക്കയിലും സംഭവിച്ചത്. വാൾസ്ട്രീറ്റ് പിടിച്ചെടുക്കലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ തന്നെ ഞങ്ങളുടെ ഫീ കുറയ്ക്കണം പോലുള്ള തീരുമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റിനെ സമീപിക്കുകയുണ്ടായി. നമ്മുടെ ഇവിടെ ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകുമ്പോൾ അതിനെ എതിർക്കുന്നവരുടെ വലിയൊരു വാദം ഏത് ലെവൽ വരെയും ഫീ ഉയർത്തുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇവർക്ക് ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. ശരിയാണോ വാദം? ഇപ്പൊ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചറിൽ സൗകര്യം എത്ര കണ്ട് അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ ഈ അധികാരം യൂണിവേഴ്സിറ്റിക്ക് ഫീ ചുമത്താനായാലും ഗവൺമെന്റിന് ചുമത്തണമെങ്കിലും അതുപോലെ ഓട്ടോണമസ് കോളേജ് ചുമത്തണമെങ്കിലും ഈ സമൂഹത്തിന്റെ ഇൻഫ്ലുവൻസ് അഭിപ്രായത്തിനും ഘടകവിരുദ്ധമായിട്ട് ഓട്ടോണമിയുടെയോ ഫ്രീഡത്തിന്റെ ഏതവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനത്തിനും അങ്ങനെ കണ്ട് ചെയ്യാൻ സാധ്യമല്ല. കാരണം ഇത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു പൂർണ്ണമായിട്ട് ഒരു കമോഡിറ്റി അല്ലെങ്കിൽ ഒരു കച്ചവടം എന്ന മട്ടിൽ നടത്താൻ സാധ്യമേ അല്ല. ആ തത്വം നമ്മൾ വിസ്മരിക്കണം. കാരണം ഈ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുക സാധ്യമല്ല. അതിനെ സ്വാഭാവികമായിട്ട് സമൂഹം എക്സെർട്ട് ചെയ്യുന്ന ഒരു പ്രഷറും മാർക്കറ്റ് എക്സെർട്ട് ചെയ്യുന്ന ഒരു പ്രഷറും അതിനെ പുഷ്ടമുണ്ട്. നമ്മുടെ പല സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രശ്നങ്ങൾ നേരിടുന്നത് ഈ കാരണം കൊണ്ടാണ്. അല്ല, ഒരു ചെറിയ എക്സാമ്പിൾ എടുത്തോളൂ. ഇപ്പൊ IIM ചാർജ് ചെയ്യുന്ന പിന്നെ PG PPM-ന്റെ ഫീസ് എത്രയാണ്? അത് ഇത്ര ലക്ഷം രൂപയാണ്. നിങ്ങൾ 10 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ച് നോക്കൂ. ഏതെങ്കിലും ഒരു കുട്ടി ആ കോഴ്സിന് എൻറോൾ ചെയ്യോ? വെരി സിമ്പിൾ. അതിന്റെ കോമ്പറ്റീഷൻ ഇപ്പോൾ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് എടുക്കാവുന്ന MBA-യുടെ റേറ്റിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന് ഇന്ത്യയിൽ MBA നടത്താൻ സാധ്യമല്ല. ബിക്കോസ് ദ മാർക്കറ്റ് വിൽ കിൽ ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. അപ്പൊ അതുകൊണ്ട് സമൂഹത്തിന്റെയും മാർക്കറ്റിന്റെയും ഇൻഫ്ലുവൻസിന്റെ റെഗുലേഷനും എല്ലാ സ്ഥാപനങ്ങളും സ്വാശ്രയ ഏത് ലെവൽ ഓഫ് ഓട്ടോണമി SFIയുടെ ഏറ്റവും വലിയ ആരോപണങ്ങളിൽ ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഫീ ഉയർത്തുവാനും അങ്ങനെ സാധാരണക്കാരായ കുട്ടികൾക്ക് ഇതിലേക്ക് ഒരു ആക്സസ് കിട്ടില്ല വിദ്യാഭ്യാസത്തിലേക്ക് എന്നുള്ളതാണ്. പക്ഷെ അതിന് വളരെ കൃത്യമായ മറുപടിയല്ലേ ഡോക്ടർ അശോക് പറഞ്ഞതിപ്പോ? അല്ല, ഒരിക്കലും ആ രൂപത്തിൽ ഒരു മറുപടി അത് അത്രത്തോളം തൃപ്തികരമായിട്ട് SFIയെ സംബന്ധിച്ച് കാണാൻ കഴിയില്ല. എന്തുകൊണ്ട്? കാരണം ഇതിനകത്ത് കോഴ്സുകൾ തീരുമാനിക്കാനായിട്ടുള്ള അവകാശം പൂർണ്ണമായും കോളേജുകൾക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് സ്റ്റെല്ല മേരീസ് കോളേജിനെ സംബന്ധിച്ച് അവർ പറഞ്ഞ ഒരു കാര്യം, അവരുടെ ഏറ്റവും അധികം പണം അവർ ചിലവാക്കുന്നത് സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് മുമ്പ് നടക്കുന്ന മെറിറ്റ് കോഴ്സുകളിലെ കുട്ടികളെ പറഞ്ഞയച്ച് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന അൺഎയ്ഡഡ് കോഴ്സുകൾക്ക് അല്ലെങ്കിൽ കച്ചവടം നടത്തിക്കൊണ്ട് കുട്ടികളെ തെരഞ്ഞെടുത്ത് പൈസ വാങ്ങിച്ച് തലവരിപ്പണം വാങ്ങിച്ച് നടത്തുന്ന കോഴ്സുകൾക്ക് കുട്ടികൾ വരുമ്പോൾ ഈ രണ്ട് കുട്ടികളെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സെക്യൂരിറ്റിക്കാണ് അവർ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കോളേജുകൾ സ്വയംഭരണം വരുന്നതോടുകൂടി മാറാൻ പോകുന്നത് ഷിഫ്റ്റ് തീരുമാനിക്കാനായിട്ടുള്ള അവകാശം കോളേജുകൾക്ക് ലഭിക്കുകയും ഇതേ ക്ലാസ് റൂമിൽ വെച്ച് തന്നെ രാവിലെ നമ്മുടെ കൺവെൻഷണൽ കോഴ്സുകൾ പരമ്പരാഗതമായി മെറിറ്റിൽ അഡ്മിഷൻ വാങ്ങിച്ച കുട്ടികളുടെ കോഴ്സുകളും ഉച്ചയ്ക്ക് ശേഷം. പക്ഷെ അവിടുത്തെ പ്രശ്നം അതുകൊണ്ട് എന്താണ് പ്രശ്നം? തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടുത്തെ സാധാരണക്കാരനകത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്ന മൗലിക അവകാശം ലഭ്യമാകാതെ പോകും. സാധാരണക്കാരനല്ലേ രാവിലെ വന്ന് പഠിക്കുന്നത്? രാവിലെ വന്ന് പഠിക്കുന്ന സാധാരണക്കാരന് വേണ്ടി മാത്രം വിദ്യാഭ്യാസത്തെ മാറ്റി നിർത്താൻ കഴിയില്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിനും ചെന്ന് എത്തിപ്പെടാൻ കഴിയുകയും പണക്കാരന്റെ മക്കൾ മാത്രം പഠിച്ചാൽ മതി എന്നുള്ള പുതിയ നീതിശാസ്ത്രത്തിലേക്ക് രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കുന്ന കാലഘട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സ്വയംഭരണം വഴിതെളിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ തിരിച്ചു വരാം. ശ്രീ സുകുമാരൻ നായർ, ചിന്ത അവിടെ ഉന്നയിച്ച ഒരു വിഷയം ഈ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതൊരു വലിയ ആരോപണമായി പലപ്പോഴും ഓട്ടോണമസ് കോളേജുകൾക്കെതിരെ നിൽക്കാറുണ്ട്. അതായത് ഇൻഡസ്ട്രിക്ക് വേണ്ടി കുട്ടികളെ പര്യാപ്തപ്പെടുത്തുന്ന ഒരു തരം കോഴ്സുകൾ, ഒരു സെറ്റ് ഓഫ് കോഴ്സുകൾ മാത്രമേ ഈ കോളേജുകൾക്കുള്ളിൽ നടപ്പിലാകപ്പെടത്തുള്ളൂ. നമ്മുടെ കൺവെൻഷണൽ കോഴ്സുകളായ ഹിസ്റ്ററി പോലെ, പൊളിറ്റിക്സ് പോലെ, ഇക്കണോമിക്സ് പോലെയുള്ള പലതും ഇതിന് പുറത്തേക്ക് എടുത്തെറിയപ്പെടുമെന്നുള്ള ഒരു ആരോപണം, ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. എന്താ താങ്കളുടെ അതിനോടുള്ള അഭിപ്രായം? അല്ല, ഒരു ശരിയായിട്ട് നടക്കുന്ന ഒരു കോളേജാണെന്നുണ്ടെങ്കിൽ ആ കോളേജിൻ്റെ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ വെറും കച്ചവട പരിസ്ഥിതിയോടുകൂടി മാത്രം പ്രവർത്തിക്കും എന്നുള്ള ഒരു സങ്കല്പം ശരിയല്ല. അത് നമ്മുടെ ഇവിടെ ഈ ധനപരമായിട്ടുള്ള അട്രാക്ഷൻസ് ഒക്കെ വരുന്നതിന് വളരെ മുമ്പ് എത്രയോ കോളേജുകൾ പ്രൈവറ്റ് സെക്ടറിൽ തുടങ്ങി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വളർച്ചയൊക്കെ ഉണ്ടായിരിക്കുന്നത് വിദ്യാഭ്യാസത്തിൽ. അതുകൊണ്ട് എല്ലാ ഏജൻസീസും ഇതുപോലെയുള്ള തെറ്റുകൾ മാത്രം പ്രവർത്തിക്കുന്ന ആളുകളാണെന്നുള്ള ഒരു സങ്കല്പം എടുക്കേണ്ട കാര്യമില്ല. ഒന്ന്. രണ്ടാമത് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് പറയാനുള്ളത്, ഒന്ന്, പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന അതേ ശൈലികൾ നമുക്കിവിടെ ശക്തമായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. പ്രൊവൈഡഡ്
we make the necessary changes in the University Act, in the Act for setting up the new autonomous colleges. ഇതൊക്കെ വ്യക്തമാണ്. എന്റെ അപ്പോഴുമുള്ള ഒരു സംശയം, ഈ കൺവെൻഷണൽ കോഴ്സുകൾ നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്ക് പുറത്തു പോകാൻ ഇത് കാരണമാക്കുമോ? കാരണം അതിന് ഡിമാൻഡ് കുറഞ്ഞേക്കാം ഒരു പക്ഷേ. കാരണം ഇന്ന് നമ്മുടെ ഗവൺമെന്റ് കോളേജുകളിൽ ഇത്തരത്തിലുള്ള പല കോഴ്സുകളിലും സീറ്റുകൾ തന്നെ വേക്കന്റ് ആണ്. ഇപ്പൊ ഫിലോസഫി ഉൾപ്പെടെയുള്ള കോഴ്സുകളിൽ പല യൂണിവേഴ്സിറ്റികൾ. അല്ല, ഈ ഓട്ടോണമസ് കോളേജസിന്റെ നിയമത്തില് എക്സിസ്റ്റിംഗ് കോഴ്സ് നിർത്തുക എന്ന് പറഞ്ഞിട്ട് ഒരു ചടങ്ങുണ്ടോ? അതിനുള്ള വ്യവസ്ഥയുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നില്ല. എക്സിസ്റ്റിംഗ് കോഴ്സസ് വിൽ കണ്ടിന്യൂ. പുതിയ കോഴ്സുകൾ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് അവകാശം ഉണ്ടായിരിക്കും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ശ്രീ ജ്യോതികുമാർ, താങ്കളുടെ അഭിപ്രായം? അല്ല, ഇതിനകത്ത് സാർ പറഞ്ഞ വളരെ വ്യക്തമാണ്. ഇപ്പോൾ നമ്മൾ ഓട്ടോണമി കൊടുത്തിരിക്കുന്ന കോളേജുകളെ സംബന്ധിച്ച് എത്രയോ വർഷത്തെ പാരമ്പര്യമുള്ള കോളേജുകളാണ്. അവരെ സംബന്ധിച്ച് പൊതുസമൂഹം ഇന്ന് വരെ സാമ്പത്തിക ആരോപണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. പിന്നെ സാറ് പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ ഈ ഓർഡിനൻസിനകത്ത് വളരെ സ്പെസിഫിക് ആയി പറയുന്നു, നിലവിലുള്ള കോഴ്സുകൾ നിലനിർത്തിക്കൊണ്ടേ പോകാൻ പറ്റൂ. പിന്നെ ചിന്ത ഇവിടെ പറഞ്ഞു, പിന്നെ ഞങ്ങൾക്ക് ഇവരെന്തുകൊണ്ടാണ് സമരം ചെയ്തപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുന്നിലും പിന്നെ മഹാരാജാസ് കോളേജിന്റെ മുമ്പിലും മാത്രം സമരം ചെയ്തത്? എന്തുകൊണ്ട് മറ്റ് പ്രൈവറ്റ് കോളേജുകളിലെ എയ്ഡഡ് കോളേജുകളുടെ മുമ്പിൽ സമരം നടത്തിയില്ല? പറഞ്ഞു വിട്ടു, UGCയുടെ പ്രതിനിധികളെ പറഞ്ഞു വിട്ടു. ശരിയാണ്, നാക്കിന് വന്നവർ പറഞ്ഞു വിട്ടു. എവിടെയാണ് പറഞ്ഞു വിട്ടത്? ഒന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ, ഒന്ന് മഹാരാജാസ് കോളേജിൽ. അപ്പോൾ പാവപ്പെട്ട കുട്ടികളോടാണ് ഇവർക്ക് പ്രതിബദ്ധതയെങ്കിൽ അത് എല്ലായിടത്തും യൂണിഫോമായി കാണുന്നുണ്ടായിരുന്നെങ്കിൽ എല്ലാ കോളേജുകളിലും എന്തിനു പോയി? വളരെ കൃത്യമായ ഒരു ചോദ്യമല്ലേ ചിന്ത? വളരെ അടിസ്ഥാനരഹിതമായ ഒരു ചോദ്യമാണ് ശ്രീ ചാമക്കാല ജ്യോതികുമാർ ഉന്നയിച്ചിരിക്കുന്നത്. ഒന്ന്, യൂണിവേഴ്സിറ്റി കോളേജിലും മഹാരാജാസ് കോളേജിലും മാത്രമല്ല ഇത്തരത്തിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉയർന്നു വന്നത്. പക്ഷെ അവിടെ മാത്രമേ നിങ്ങൾക്ക് UGCയുടെ പ്രതിനിധികളെ തടയാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിന് രണ്ട് സാഹചര്യങ്ങൾ മാത്രമേ നിലവിലുള്ളൂ. ഒന്നുകിൽ മറ്റ് കോളേജുകളിൽ തടയുവാനുള്ള സംഘടനാ ശേഷി SFIക്ക് ഇല്ലാതിരിക്കണം, അതല്ലെങ്കിൽ ആ തടയൽ വേണ്ട എന്ന് SFI തീരുമാനിക്കണം. ഈ രണ്ട് സാഹചര്യങ്ങളല്ലേ അവിടെ നിലവിലുള്ളൂ. സംഘടനാ ശേഷി SFIക്ക് ഇല്ലാത്ത ഒരു സാഹചര്യമല്ല. ജനാധിപത്യപരമായി സമരങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് SFI. അതിന്റെ ഭാഗമായി വളരെ ജനാധിപത്യപരമായി അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സ്വാഭാവിക പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്ന് മുഴുവൻ കോളേജുകളിലും ആ രൂപത്തിൽ, കോളേജുകളിൽ ആ വിദ്യാർത്ഥികൾക്ക് സ്വാഭാവികമായി ഇതിനോടൊരു പ്രതിഷേധം ഇല്ല എന്നാണ് ചിന്ത പറഞ്ഞു വരുന്നത്. അല്ല, സ്വാഭാവികമായ പ്രതിഷേധം എല്ലാ കോളേജുകളിലും ഉയർന്നു വന്നു. വിദ്യാർത്ഥികളുടെ മാത്രമല്ല അധ്യാപകരുടെയും മറ്റ് സംഘടനകളുടെയും പ്രതിഷേധം ഉയർന്നു വന്നു. അതിന്റെ ഭാഗമായി ആ കോളേജുകളിലെല്ലാം കൃത്യമായ രൂപത്തിൽ സമര സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. പ്രക്ഷോഭം അതിന്റെ എല്ലാ അർത്ഥത്തിലും തുടർന്നു പോരുകയാണ്. പക്ഷേ യൂണിവേഴ്സിറ്റി കോളേജിനെ സംബന്ധിച്ച്, മഹാരാജാസ് കോളേജിനെ സംബന്ധിച്ച് ചരിത്ര കാലഘട്ടം മുതൽ വളരെ വ്യക്തമാണ്. SFI വളരെ ശക്തമായി നിൽക്കുന്ന രണ്ട് കലാലയങ്ങളാണ്. വ്യക്തമാണ്. ഡോക്ടർ അശോക്, താങ്കളുടെ ഇതിലെ അത് അത്രയുണ്ട് ഒരു വലിയൊരു വിഷയമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. പക്ഷേ ഈ ഒരു പ്രസക്തമായ ചോദ്യം താങ്കൾ ചോദിച്ചു ഇതിനിടയ്ക്ക്, അതിനോട് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. വിൽ ദി ന്യൂ കോഴ്സസ് അണ്ടർ ഓട്ടോണമസ് മോഡ് ക്രൗഡ് ഔട്ട് സം ഓഫ് ദോസ് ഓൾഡ് ആൻഡ് കൺവെൻഷണൽ കോഴ്സസ്? അതൊരു റിസ്ക്കാണ്. അത് നമ്മളത് കൺസീഡ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പിന്നെ എതിർക്കുന്നവരുടെ ഭാഗത്തു നിന്നും കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ തയ്യാറാവണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഫിലോസഫി പോലെയുള്ളൊരു വിഷയം എടുക്കും. കുറച്ച് വർഷം മുന്നോട്ട് പോയി കഴിയുമ്പോഴേക്ക് ഫിലോസഫിക്ക് പഠിക്കാൻ ആൾ കുറയുന്നു. രണ്ട്, ഈ ഫിലോസഫി കോഴ്സുകൾ ഒരിക്കലും പേ ഓഫ് ചെയ്യത്തില്ല. കൺവെൻഷണൽ ലാംഗ്വേജ് കോഴ്സ് അല്ല. അതെ. അപ്പോൾ അതുകൊണ്ട് അതിനൊരു മാർക്കറ്റ് പുൾ ഇല്ലാത്ത കോഴ്സുകളെന്നും മാർക്കറ്റ് പുൾ ഉള്ള കോഴ്സുകളെന്നും വേർതിരിയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് എപ്പോഴും ഡൈനാമിക് ആയിരിക്കും. 10 വർഷം കഴിയുമ്പോൾ സിറ്റുവേഷൻ വേറെ ആയിരിക്കും, ഇനി അടുത്ത 5 വർഷം കഴിയുമ്പോൾ സിറ്റുവേഷൻ വേറെ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻറോൾമെന്റ് കുറഞ്ഞാലും വിദ്യാർത്ഥി താല്പര്യം കുറഞ്ഞാലും നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പൊതു താല്പര്യത്തിൽ നിലനിർത്തേണ്ട കുറേയധികം വിഷയങ്ങളുണ്ട്. അത് മസ്റ്റാണ്. ഇപ്പോൾ ഫിലോസഫി നല്ലൊരു എക്സാമ്പിളാണ്. എനിക്ക് തോന്നുന്നില്ല എക്കണോമിക്സിന് ഡിമാൻഡ് കുറയുന്നു, പക്ഷെ ഒരുപക്ഷെ ഹിന്ദി ലിറ്ററേച്ചറിന്റെ ഡിമാൻഡ് കുറഞ്ഞേക്കും കേരളത്തിൽ. അപ്പോൾ അവിടെയാണ് ഗവൺമെന്റിന്റെ റോൾ വ്യക്തമാകുന്നത്. സി, ഗവൺമെന്റ്, വാട്ട് ഡസ് ഗവൺമെന്റ് ഡു? ഗവൺമെന്റ് ഇന്റർവീൻസ് ബൈ പോളിസി. So they will have to advise, counsel the universities and autonomous colleges that ചില വിഷയങ്ങൾ ഇപ്പോൾ തൽക്കാലം എൻറോൾമെന്റ് കുറഞ്ഞെന്നാലും വിദ്യാഭ്യാസത്തിന്റെ ആ മാനവിക മുഖം നിലനിർത്തുന്നതിനും വിദ്യാഭ്യാസത്തിന്റെ ഒരു ഹോൾസംനെസ് നിലനിർത്തുന്നതിനും ആകെ മൊത്തത്തിൽ വിദ്യാഭ്യാസം പരസ്പര പൂരകമായിട്ട് ഈ വിഷയങ്ങളെല്ലാം ഘടിപ്പിക്കേണ്ട ആവശ്യത്തിലേക്ക് ചില കോഴ്സുകൾ തുടരേണ്ടി വരും. അപ്പൊ അതൊരു റെഗുലേറ്ററി പോയിന്റ് ആണ്. അതിനുള്ള ഒരു തീരുമാനം ആർജവമായിട്ട് ഗവൺമെന്റ് എടുക്കണം അല്ലേ? അല്ല, അതുകൊണ്ടാണ് UGCയുടെയും ഗവൺമെന്റിന്റെ എല്ലാം പ്രതിനിധികൾ ഈ മാനേജിംഗ് കൗൺസിലുകളിൽ ഇരിക്കുന്നത്. അപ്പൊ അവർ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ്. അത് ഇന്നിരുന്നുകൊണ്ട് നമുക്ക് അടുത്ത 10 വർഷം ഏതൊക്കെ കോഴ്സ് വേണം വേണ്ട എന്നുള്ളൊരു തീരുമാനം ഇപ്പൊ അച്ചട്ടായിട്ട് എടുക്കാൻ പറ്റില്ല. അതിന് സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക, ഡിസൈൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കേരളത്തിലേക്ക് തന്നെ വരാം. കേരളത്തിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, കഴിഞ്ഞ 7 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, കണക്ക്, രസതന്ത്രം, ഭൗതികശാസ്ത്രം, സുവോളജി, ബോട്ടണി
സ്റ്റാറ്റിസ്റ്റിക്സ് ഈ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. സ്കൂൾ ഫൈനൽ പാസ്സായിട്ട് സ്കൂളിൽ നിന്ന് പാസ്സായ കുട്ടികളാണ് പഠിപ്പിക്കുന്നത്. ഏതാണ്ട് ഒരു കോളേജ് തന്നെയാണ് അല്ലേ. അതായത് 5 വർഷം BSc MSc ഉണ്ട് ഇവിടെ. BSc MSc അത് കഴിഞ്ഞ് PhD ഉണ്ട്. BSc MSc PhD ഉണ്ട്. കേരളത്തിലെ കുട്ടികളാണ് ഭൂരിപക്ഷം കുട്ടികൾ. അവിടുത്തെ അധ്യാപകർ തന്നെയാണ് അവരുടെ ഈ കോഴ്സുകളുടെ എല്ലാം സിലബസ് ഉണ്ടാക്കുന്നത്. അവിടുത്തെ ആ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെയാണ് ഈ കുട്ടികളെ പരീക്ഷാ ചോദ്യം ഉണ്ടാക്കുന്നത്, പരീക്ഷ നടത്തുന്നത്, പരീക്ഷ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്നത്, റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ആ കുട്ടികൾ ഇന്ന് ഇവിടുന്ന് 2 ബാച്ച് പാസ്സായിട്ടുണ്ടാവും. വളരെ ഭംഗിയായി 2 ബാച്ച് പാസ്സായിട്ടുണ്ട്. ലോകത്തെമ്പാടും അവർ പോവുകയാണ്. ഒരു കോളേജല്ലേ അത്, ഒരു സയൻസ് കോളേജ്. വ്യക്തമാണ്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് വളരെ ചെറിയൊരു സ്ഥാപനമാണ്. CDS അറിയാം, നമുക്കെല്ലാവരും അറിയാം. CDS ഉള്ളൂരുള്ള CDS അതൊരു സ്വതന്ത്ര സ്ഥാപനമാണ്. നോക്കാൻ ഒരു സ്വയംഭരണ സ്ഥാപനമാണ് അക്കാദമി. അതുകൊണ്ട് എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് സാധ്യമാണ്. അതുകൊണ്ട് കേരളത്തിൽ ഈ കോളേജ് കൊടുത്തതിനെ പറ്റി ഒന്നും ഞാൻ വ്യക്തമായിട്ട് ഇതൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല ഈ കോളേജുകളെ പറ്റി. പക്ഷേ ഇതുപോലെയുള്ള നല്ല പരീക്ഷണങ്ങൾക്ക് നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ഈ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുത്താതിരുന്നാൽ നമ്മൾ പുറകിലേക്ക് പോകും എന്നുള്ള. ശരി, വ്യക്തമാണ്. ചിന്ത, എനിക്ക് അവിടെ ഒരു ചോദ്യമുള്ളത്. സർ പറയുകയുണ്ടായി, ഈ ഓരോ കോളേജിൽ തന്നെയുള്ള അധ്യാപകർ തന്നെ പഠിപ്പിക്കുന്നു, പരീക്ഷ നടത്തുന്നു, മൂല്യനിർണ്ണയം നടത്തുന്നു. ഇതിനു മുമ്പ് SFI ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്റേണൽ അസസ്മെന്റിന്റെ പേരിൽ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ആ പീഡനങ്ങൾ കൂടുവാൻ ഇതൊരു കാരണമായി മാറുമെന്ന് ഭയക്കുന്നുണ്ടോ നിങ്ങൾ? ഉറപ്പായിട്ടും ഭയക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുൻ VC ഇവിടെ സൂചിപ്പിച്ചത്, അവർ നന്നായി പഠിക്കുന്നു, അധ്യാപകർ ചോദ്യം തയ്യാറാക്കുന്നു, സിലബസ് തയ്യാറാക്കുന്നു, ചോദ്യം തയ്യാറാക്കുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, ആ കുട്ടികൾ നന്നായി പഠിച്ചിറങ്ങുന്നു എന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട്. പക്ഷെ അതിനകത്തൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ഭീകരമായ ഒരു അവസ്ഥയുണ്ട്. ഒന്ന്, ഈ കുട്ടികൾ അവിടെ എങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടുന്നു, ആ കുട്ടികൾക്ക് ലഭിക്കുന്ന സാമൂഹിക ബോധം എത്രത്തോളം. വളരെ ജനറൽ ആയിട്ടുള്ള ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നതിനേക്കാളും ഏതെങ്കിലും ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറ്റിയാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയാൻ കഴിഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തത ഉണ്ടാവും ആ വാദം. അല്ല, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും എടുത്തു വെച്ച് അവിടെ നടന്നിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വയംഭരണം എന്നത് ഇന്ന് കേരളത്തിനകത്ത് ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലൊരു പരീക്ഷണത്തിലേക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട കോളേജുകളെ അങ്ങനെയല്ലേ നമുക്ക് അതൊന്ന് നടപ്പിലാക്കി നോക്കുമ്പോഴല്ലേ അതിന്റെ ശരിതെറ്റുകൾ നമുക്ക് അത്തരത്തിലൊരു പരീക്ഷണത്തിലേക്ക് കേരളത്തിലെ ഇത്രയും പ്രധാനപ്പെട്ട കലാലയങ്ങളെ വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്റേണൽ അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു വലിയ മാന്ത്രിക വടി ഇവരുടെ കയ്യിൽ ഇരിക്കുകയാണ്. പ്രതികരിക്കാൻ വിദ്യാർത്ഥികളെ ചെന്നെത്തിച്ചേരുകയാണ്. അപ്പോൾ ഇത് കയ്യിലിരിക്കുന്നതോടുകൂടി ഒരു ഭീഷണിയാണ് കുട്ടികൾക്ക് നേർക്ക്. പലപ്പോഴും ലൈംഗിക ചൂഷണത്തിന് വരെ വിദ്യാർത്ഥികളെ ഇരയാക്കുന്ന അവസ്ഥകൾ വന്നിട്ടുണ്ട്. ജയകുമാർ സാർ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇന്റേണൽ അസസ്മെന്റിനെ കുറിച്ച് പറഞ്ഞു, അത് വിദ്യാർത്ഥികൾക്ക് സ്വാഭാവികമായും ആശങ്ക തോന്നാനിടയുണ്ട്. പക്ഷേ അത് മാത്രമല്ല, ഇതിന്റെ പ്രശ്നം അത് മാത്രമല്ല. അപ്പോൾ ഈ സ്വയംഭരണത്തിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി പറയുന്ന ഏറ്റവും പ്രധാന കാരണം അക്കാഡമിക് ഫ്രീഡം, അക്കാഡമിക് സ്വാതന്ത്ര്യം അത് സംരക്ഷിക്കുന്നു എന്നുള്ള രീതിയിലാണ്. ഈ അക്കാഡമിക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഈ കോഴ്സുകൾ ഡിസൈൻ ചെയ്യുന്ന സിലബസ് ഉണ്ടാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം മാത്രമാണോ? ഒരിക്കലും അല്ല. അധ്യാപകന്റെ അക്കാഡമിക് ഫ്രീഡം. ഇന്ന് കേരളത്തിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ അധ്യാപകന് എത്രത്തോളം അക്കാഡമിക് സ്വാതന്ത്ര്യമുണ്ട്? എന്താണ് താങ്കൾ ഉദാഹരണം, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ കേരളത്തിലൊരു കോളേജിലൊരു അധ്യാപകൻ ഒരു ക്ലാസ് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം കൊടുക്കുന്നു. അതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിനെ തീവ്രവാദികൾ ആക്രമിക്കുന്നു. അത് പോട്ടെ, അദ്ദേഹം ക്രിമിനൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് കോടതി വിധിയുണ്ടായി. പക്ഷെ ആ കോളേജ് മാനേജ്മെന്റ് എന്താ ചെയ്തത്? അദ്ദേഹത്തെ പിരിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു സാങ്കല്പിക ചോദ്യമാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ലിസ്റ്റിലെ എല്ലാ സ്വയംഭരണ കോളേജുകളും ന്യൂനപക്ഷ സ്ഥാപനങ്ങളാണ്. ഈ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലെ അധ്യാപകന് ന്യൂനപക്ഷ അവകാശങ്ങളെ എതിർത്തുകൊണ്ട് സംസാരിക്കാനോ എഴുതാനോ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുമ്പോഴത്തേക്കും ന്യൂനപക്ഷ അവകാശങ്ങൾ അസ്ഥാനത്താണ് അല്ലെങ്കിൽ അത് ദുരുപയോഗപ്പെടുത്തുമെന്ന് ധൈര്യമായിട്ട് പറയാനോ സാധിക്കും? അത് ഞാൻ പറഞ്ഞ സ്വയംഭരണം എന്ന് പറയുന്നത് അക്കാഡമിക് ഫ്രീഡം എന്നുള്ള ഒരു ആശയം ഉൾക്കൊള്ളാൻ സാധിക്കില്ല. കുറെ കൂടി മോശമായ അവസ്ഥയിലേക്ക് പോകും. ഒരു സംശയം, ഇപ്പൊ പല മാനേജ്മെന്റ് കോളേജുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ
കേരളത്തിലെ ഒട്ടുമുക്കാൽ മാനേജ്മെന്റ് കോളേജുകളിലും 2 തരത്തിലുള്ള കോഴ്സുകൾ നടത്തുന്നുണ്ട്. ഒന്ന് MBA, രണ്ട് PGDM. ഇതിൽ PGDM എന്ന് പറയുന്നത് അവർ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന സിലബസ് വെച്ചുകൊണ്ട് പാഠ്യരീതികൾ അവലംബിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കോഴ്സാണ്. കുട്ടികൾ തയ്യാറാകുന്നത്, കമ്പനികൾ റിക്രൂട്ട് ചെയ്യാൻ തയ്യാറാകുന്നത്, അവർ അതിനെ കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നതൊക്കെ ഈ കോഴ്സുകളാണ്. അപ്പൊ ആ സ്വാതന്ത്ര്യം ഇതുപോലുള്ള കുറച്ചുകൂടെ നല്ല കോഴ്സുകളിലേക്ക് കോളേജുകൾ എത്തിക്കുകയല്ലേ ഉള്ളൂ. അത് വരാം. പക്ഷെ അവിടെയും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടം, ഇപ്പോൾ സ്വകാര്യ മേഖലയിൽ ധാരാളം സ്വയംഭരണ കോളേജുകൾ അനുവദിക്കുമ്പോൾ ഗവൺമെന്റ് കോളേജുകൾ എന്ത് സംഭവിക്കും? ഗവൺമെന്റ് കോളേജുകളിലേക്ക് ആരും പോകാതെയാവും. ഗവൺമെന്റ് കോളേജുകൾക്ക് അനുവദിക്കുവാൻ ചിന്ത സമ്മതിക്കുന്നുമില്ല. അല്ല, ഗവൺമെന്റ് കോളേജുകൾക്കെന്നല്ല, കേരളത്തിലെ ഒരു കോളേജുകൾക്കും സ്വയംഭരണാവകാശത്തിലേക്ക് ചെന്ന് എത്തിപ്പെടാൻ പാടില്ല എന്നുള്ള നിലപാട് തന്നെയാണ്. അല്ല, കിട്ടിയെന്ന് പറയുമ്പോഴും അത് അത്തരത്തിലൊരു നിലപാടിലേക്ക് പോകാൻ പാടില്ല എന്ന നിലപാടാണ് SFI ഉയർത്തിപ്പിടിക്കുന്നത്. അത്തരത്തിൽ സ്വയംഭരണം എന്ന് പറയുന്നത് സാമൂഹിക നീതിയുടെ മരണമാണ് എന്ന നിലപാടിലേക്കാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോൾ ഗവൺമെന്റ് കോളേജിൽ കൂടി സ്വയംഭരണം കൊടുക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഈ ഗവൺമെന്റ് കോളേജുകൾക്ക് എത്രത്തോളം പുതിയ കോഴ്സുകൾ തുടങ്ങാൻ സാധിക്കും? പുതിയ കോഴ്സ് തുടങ്ങാൻ പുതിയ അധ്യാപകർ വേണം. ആ അധ്യാപകനെ നിയമിക്കണമെങ്കിൽ ഗവൺമെന്റിന്റെ അനുവാദം വേണം. ആ ഗവൺമെന്റ് അനുവാദത്തിന് എഴുതിയാൽ അത് വർഷങ്ങളോളം സെക്രട്ടേറിയറ്റ്. കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന് ശക്തമായ ഒരു തീരുമാനം എടുത്താൽ, റൂളുകളിൽ ചേഞ്ച് കൊണ്ടുവന്നാൽ വളരെ എളുപ്പം മാറ്റാൻ കഴിയുന്ന പ്രശ്നങ്ങളല്ല. ഇതുവരെയുള്ള അനുഭവം വെച്ചുകൊണ്ടാണല്ലോ നമ്മൾ വിലയിരുത്തലുകൾ നടത്തുന്നത്. ഇതെല്ലാം നാളെ മാറും എന്ന് വിചാരിച്ചുകൊണ്ടൊരു റിഫോം കൊണ്ടുവരാൻ സാധിക്കുമോ? അല്ല. ശരി, വ്യക്തമാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, വാസ്തവത്തിൽ ഇനി ഓട്ടോണമി കൊടുക്കുകയായിരുന്നെങ്കിൽ എനിക്ക് ചെയ്യുവാൻ കഴിയുമെന്നല്ല, ആദ്യം കൊടുക്കേണ്ടിയിരുന്നത് യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരത്താണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പാലം, അവിടെ സ്വയംഭരണം അവിടെ പ്രാവർത്തികമാക്കി കാണിച്ചിട്ട് വേണം മറ്റ് പ്രൈവറ്റ് കോളേജുകൾ കൊടുക്കാൻ. തീർച്ചയായിട്ടും അതിനുള്ള ഒരു വിൽ പവർ ജ്യോതികുമാർ അഭിപ്രായത്തിന് വളരെ എതിരാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതിനുള്ള, അതായത് സ്വയംഭരണ കോളേജുകൾ അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഇൻഡിപെൻഡന്റ് ഇനിഷ്യേറ്റീവ്സ് ഓഫ് ടീച്ചേഴ്സ്, ഇൻഡിപെൻഡന്റ് ഇനിഷ്യേറ്റീവ്സ് ഓഫ് സ്റ്റുഡൻസ്, ഇതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓട്ടോണമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ പദാവലികൾ തന്നെ മാറിയിരിക്കുകയാണ്. ഇന്ന് എത്രമാത്രം യുവ അധ്യാപകരാണ് PhDയും പോസ്റ്റ് ഡോക്ടറൽ ഗവേഷണവും ഒക്കെ കഴിഞ്ഞ് തിരികെ വരുന്നത്. അവർ ഒരു കോളേജിൽ വന്നാൽ അവർ ഈ സർവകലാശാലയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഒന്നും സ്വപ്നം കാണാനൊക്കില്ല. അവർ വളരെ ജൂനിയറാണ്. അവരുടെ ആ ഒരു അറിവ് കൂടെ എത്രമാത്രം ഉപയോഗിക്കാൻ കഴിയുന്നു, എത്രമാത്രം പുതിയ അറിവുകൾ അവർ കൊണ്ടുവരുന്നു. ശരി, വ്യക്തമാണ്. സുകുമാരൻ നായർ, എനിക്ക് രണ്ടുമൂന്ന് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇടയ്ക്ക് പലപ്പോഴും ഇടപെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒന്ന്, ഞാനതിൻ്റെ ഈ എന്തെന്നാ ഐ ബിലോങ് ടു ദ ഡിസിപ്ലിൻ ഓഫ് എഡ്യൂക്കേഷൻ, അതൊരു പ്രത്യേക ശാഖയായിട്ട് വളരെ വിശദമായിട്ട് പഠിക്കാൻ, എൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പഠിക്കാൻ ഇടയായ ഒരു വ്യക്തിയാണ്, പഠിപ്പിക്കാൻ ഇടയായ വ്യക്തിയാണ്. വിദേശത്തും ഈ 3 യൂണിവേഴ്സിറ്റികളിൽ, ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ, ഇന്ത്യാനായാലും സ്റ്റാൻഫോർഡിലും ലണ്ടനിലും 3 പഠിക്കാൻ ഇടയായിട്ടുണ്ട്. ഞാൻ വളരെ ക്ലോസ് ആയിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ വാച്ച് ചെയ്തു. ഹൗ ആർ ദേ ഡിഫറെൻറ്റ് ഫ്രം us? ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലൊക്കെ ഞാൻ വളരെ ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയ കാലത്ത് അവിടെ പോയി വിസിറ്റ് ചെയ്ത് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു. അവർ നടത്തുന്ന അതേ ശൈലിയിൽ നമ്മളിവിടെ നടത്തിയാൽ അവരെക്കാളും ഒരു 50% മോർ എഫിഷ്യൻസി ഇവിടുത്തെ സിസ്റ്റത്തിൽ ഉണ്ടാക്കാൻ കഴിയും. നമ്മുടെ ഇവിടുത്തെ വിദ്യാർത്ഥികളൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസാണ്. കോഗ്നിറ്റീവ് പൊട്ടൻഷ്യൽ വളരെ നല്ലതാണ്. ടീച്ചിങ് കമ്മ്യൂണിറ്റി ആൾസോ ഒരു തരത്തിലും ഇൻഫീരിയർ അല്ല. പക്ഷേ അവർ നേരെ ഫങ്ഷൻ ചെയ്യാൻ ഒക്കാത്ത തരത്തിൽ നമ്മൾ ഇവിടുത്തെ ബാക്കി കാര്യങ്ങൾ വഷളാക്കിയിരിക്കുകയാണ്. ഞാൻ എന്റെ ഒരു ചോദ്യം അതിനകത്തുള്ളത്, ഇപ്പോ ഒരു പ്രൈവറ്റ് കോളേജിന് ഓട്ടോണോമി കൊടുക്കുന്നു, അതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്ക് മാനേജ്മെന്റിന്റെ ആൾക്കാർ വരുന്നു. ഇപ്പൊ തന്നെ നമ്മുടെ കേരളത്തിന് അനുഭവമുള്ളതാണ്. ഗവൺമെന്റ് കൊണ്ടുവന്ന പാഠപുസ്തകത്തിലെ ഭാഗങ്ങൾ ചില പ്രഷർ ഗ്രൂപ്പ്സിന്റെ ഒരു പ്രഷറിന്റെ ഭാഗമായി മാറ്റേണ്ടി വരുന്നു, പുതിയ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരുന്നു, പാഠപുസ്തകം തന്നെ പലപ്പോഴും പിൻവലിക്കേണ്ടി വരുന്നു. ഇത്തരത്തിൽ ഒരുപാട് പ്രഷർ ഗ്രൂപ്പുകൾ ഉള്ളപ്പോ അതുപോലുള്ള പ്രഷർ ഗ്രൂപ്പുകൾ ഈ കോളേജുകൾക്കുള്ളിൽ എളുപ്പം അവർക്ക് സ്വാധീനം ചെലുത്തുവാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ പാഠപുസ്തകങ്ങളിലും പാഠ്യഭാഗങ്ങളിലും ഉൾപ്പെടുത്തുവാനും വളരെ എളുപ്പം സാധ്യമല്ലേ? അല്ല, ഈ പ്രഷർ ഗ്രൂപ്പ്സ് ഒക്കെ ലോകത്ത് എല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഇതൊന്നും ഇല്ലെന്നൊന്നും ധരിക്കരുത്. നമ്മൾ
ഇപ്പോൾ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ഹാരോൾഡ് ലോസ്കി എത്രയോ വർഷം പ്രൊഫസറായിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സോഷ്യലിസ്റ്റ് തിയറീസ് വളരെ ശക്തമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ നേരത്തെ ചിന്ത അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ പലപ്പോഴും അധ്യാപകരാൽ തന്നെ ജഡ്ജ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ മാർക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ അത് എക്സ്പ്ലോയിറ്റേഷനിലേക്ക് വരുമെന്ന് ഈ വിദേശ രാജ്യങ്ങളിലേക്ക് അത് സാഹചര്യം ഉണ്ടോ? എക്സ്പ്ലോയിറ്റേഷൻ, അതായത് അധ്യാപകർ പഠിപ്പിക്കുന്നവർ തന്നെ മാർക്ക് കൊടുക്കുന്ന സിസ്റ്റം ഉണ്ടാകുമ്പോൾ അത് ഒരു എക്സ്പ്ലോയിറ്റേഷനിലേക്ക് നയിക്കുമെന്നാണ് ചിന്ത പറഞ്ഞത്. ചൂണ്ടിക്കാണിച്ച ഉദാഹരണം ഇന്റർണൽ അസസ്മെന്റിനെ പറ്റി. വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വേറൊരു തിയറിയാണ്. ഒരു ടീച്ചർ പഠിപ്പിച്ചാൽ അത് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത് അതേ ടീച്ചറിൻ്റെ അവകാശമാണെന്നാണ് എഡ്യൂക്കേഷൻ തിയറിയിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ഹിസ് റൈറ്റ്. അല്ലാത്ത ഒരാളിനെ കൊണ്ട് ഇവാലുവേറ്റ് ചെയ്യിക്കാൻ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ സാധ്യമല്ല. എന്താണ് സാറിന്റെ അതിലുള്ള ഒറ്റ കാര്യം മാത്രം സാർ. ഒന്നാമത് ഇത് രണ്ട് വിഷയമുണ്ട് ഇതിനകത്ത്. ഈ യൂണിവേഴ്സിറ്റി ഓട്ടോണമിയും കോളേജ് ഓട്ടോണമിയും പരസ്പരം എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അത് പരസ്പര പൂരകമാക്കിക്കൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി ഓട്ടോണമിയിൽ പോരായ്മകളുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചുള്ള ഓട്ടോണമി എന്നല്ല പറയേണ്ട, ഫ്രീഡം എന്നാണ് ഞാൻ പറയുക. യൂണിവേഴ്സിറ്റിക്ക് മീതെ ഇന്ത്യയിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ട്രക്ചർ UGC എന്നുണ്ട്. അതിന് പുറമെ യാതൊരു ഇടപെടലും പാടില്ല. ഗവൺമെന്റുകളിൽ നിന്നായാലും ഇടപെടലാവാം, അത് അതിന്റെ സ്ട്രക്ചേഴ്സിൽ കൂടെ, ഭരണസമിതി, പൊതുസഭ, അക്കാദമിക് സഭ, അതിന് പുറത്തുനിന്നുള്ള റൂൾ ബൈ ഡിക്റ്ററ്റ്സ് അത് UGC ആയാലും മറ്റുള്ളവർ ഒഴിവാക്കിയിട്ട് അതിനുള്ളിൽ പ്രവർത്തിക്കണം. അതിനുള്ളിലെ പിന്നെ ജനാധിപത്യ ക്രമം നടക്കുമ്പോൾ അത് ശരിയായിക്കൊള്ളും. വ്യക്തമാണ്. ഇത് ഇപ്പൊ ഓട്ടോണമിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കാൻ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രായോഗികമായി ഈ ഫ്രീഡം ഈ കോളേജുകൾക്കുള്ളിലെ അധ്യാപകർക്ക്, മാനേജ്മെന്റിനല്ല അധ്യാപകരിലേക്ക് എത്തിച്ചേരുമെന്ന് താങ്കൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്? നല്ലൊരു പങ്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അതിന് റിസ്കുകളുമുണ്ട്. ഇപ്പൊ താങ്കൾ ഇവിടെ പറഞ്ഞതുപോലെ ഈ ഫ്രീഡം എക്സർസൈസ് ചെയ്യാൻ അനുവദിക്കാതെ ഏതെങ്കിലും ഒരു പ്രത്യേക മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ അധ്യാപകരെ അടിച്ചമർത്തി ഇങ്ങനെ മതി എന്ന് വാശി പിടിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ ഒരു എക്സ്ട്രീമിലോട്ട് പോയാൽ അവിടെ അത്ര കണ്ട് കുറച്ചും ദോഷകരമായിട്ടും ഇത് പ്രവർത്തിക്കും. അതേസമയം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് ഡിസ്കോഴ്സാണ് ഭരണസമിതിയിലോ അക്കാദമിക് സമിതിയിലോ വരുന്നതെങ്കിൽ കേരളത്തിന്റെ സാഹചര്യത്തിൽ എല്ലാവരും അഭിപ്രായം പറയുന്നവരും അങ്ങനെ അങ്ങ് അടിച്ചമർത്തി ഞെക്കി പിന്നെ കഴുത്തിന് ഞെക്കി പിടിച്ച് കൊണ്ടുപോകാൻ ഒരു മാനേജ്മെന്റിനും ഇന്ന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെയാണ് വിദ്യാർത്ഥികളുടെ ഈ ഫിയറും. ഈ ഇന്റേണൽ അസസ്മെന്റ് 1000 അധ്യാപകർക്ക് കൊടുക്കുന്നിരിക്കട്ടെ, അതിൽ ചിലരെ ദുരുപയോഗം ചെയ്യും. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് യുവർ സൊസൈറ്റി. ലെറ്റ് us accept that fact. ഇന്റേണൽ അസസ്മെന്റ് ഇല്ലാത്ത സമയത്ത് ദുരുപയോഗം ചെയ്യുന്നില്ലേ? SSLC പരീക്ഷ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത് ദൂരെ ഇരിക്കുന്ന ഒരു പരീക്ഷാ ബോർഡാണ്. സ്കൂൾ വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് ഇതിനെല്ലാം തന്നെ വ്യക്തമാണ്. നമ്മുടെ സമയം വളരെ അല്ല, ഇന്റേണൽ അസസ്മെന്റിന്റെ പേരിൽ വല്ലാത്ത രീതിയിലുള്ള ചൂഷണം നടക്കുന്നുണ്ട് എന്ന് എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യ വ്യക്തികൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അവരത് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ ജനറലൈസ് ചെയ്ത് പറയേണ്ട എന്നുള്ള ഒരു വാദഗതിയാണ് അവർ പറഞ്ഞത്. അപ്പോൾ SFIയെ സംബന്ധിച്ച് ഇന്റേണൽ അസസ്മെന്റിന്റെ പേരിൽ നിലവിൽ വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് വ്യാപകമാക്കുവാൻ ഇതുപോലെയുള്ള സ്വയംഭരണത്തിന്റെ ഭാഗമായി വരുന്ന പുതിയ അവകാശങ്ങൾ വഴിതെളിക്കും എന്നുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട്. രണ്ടാമതായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ SFI എന്ന വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ച് ഗവൺമെന്റ് കോളേജിലെ കുട്ടികൾ, ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ, എയ്ഡഡ് കോളേജിലെ വിദ്യാർത്ഥികൾ, സെൽഫ് ഫിനാൻസിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ എന്ന് വേർതിരിച്ച് കാണാൻ കഴിയില്ല. ഇവിടെ വരുന്ന ഒരു ചെറിയ പ്രശ്നം, നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം, സെൽഫ് ഫിനാൻസ് അല്ലെങ്കിൽ എയ്ഡഡ് ആയിട്ടുള്ള കോളേജുകൾ ഓട്ടോണോമി നേടിക്കഴിഞ്ഞു. അവർ അതിന്റേതായിട്ടുള്ള വേഗതയിൽ മുന്നോട്ട് പോകും. ഗവൺമെന്റ് കോളേജുകൾ ഇപ്പോൾ ഉള്ള നൂലാമാലകളിലും റെട്ടേപ്പിസത്തിലും തന്നെ കുടുങ്ങിക്കിടക്കുകയും പിന്നാക്കം പോവുകയും പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനെന്ന് നിങ്ങൾ പറയുന്ന കലാലയങ്ങൾ ഒരു കാലത്ത് ഇല്ലാതാവുകയും ചെയ്യുന്ന ഭാവിയാണ് നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നത്. ഒരു കാലഘട്ടത്തിലും അത്തരത്തിലുള്ള കലാലയങ്ങൾ ഇല്ലാതാവുകയല്ല. ആ കലാലയങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് ഈ ഓട്ടോണോമിയായിട്ട്. ഓട്ടോണോമി എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് ഒരു കാലഘട്ടത്തിലും അംഗീകരിക്കാൻ SFI തയ്യാറല്ല. ഏറ്റവും തീവ്രമായ സമരങ്ങളുമായി SFI മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ സർവകലാശാലകൾക്കകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതി, വൈസ് ചാൻസലറിനെ ചരിത്രത്തിൽ ഇല്ലാത്തതുപോലെ ഗവർണർ അയോഗ്യനാക്കിയിരിക്കുകയാണ്. അത്തരത്തിലുള്ള വൈസ് ചാൻസലർ പദവിയുടെ മൂല്യം സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സർവകലാശാല ബോഡീസിനകത്ത്, സെനറ്റിനകത്തും സിൻഡിക്കേറ്റിനകത്തും നടക്കുന്ന വിവിധ വിഷയങ്ങൾ ഇതൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് SFI ശക്തമായ സമരവുമായി പോവുകയാണ്. സമയം ഇവിടെ അവസാനിക്കുകയായി. വളരെ ചുരുക്കി ഈ പറഞ്ഞല്ലോ SFIയുടെ നിലപാടെന്ന് പറഞ്ഞു. SFI എന്നും അവസാനമേ യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 1. 2, ഇവിടെ ഇന്റേണൽ അസസ്മെന്റ് ഇപ്പോഴും നിലവിലുണ്ട്. 3,
സ്വാശ്രയ ഇപ്പൊ എയ്ഡഡ് കോളേജിൽ കിട്ടിയ കോളേജുകളിലെ ഈ അവരുടെ ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തുന്നത് AKPCT പോലുള്ള എടുക്കുന്ന നിലപാടുകൾ ശരിയോ തെറ്റോ എന്ന് വിദ്യാർത്ഥികൾ ഒരു കാര്യം കൂടെ, ഈ ഇപ്പോഴത്തെ ഓഡിയൻസിനകത്ത് പറയുന്ന ഒരു വാചകം, ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ വാചകത്തെ കുറിച്ച് പറയുന്ന അവരുടെ ഫംഗ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസിനകത്ത് പറയുന്ന ഒറ്റ വാചകം, ഫർദർ ദാറ്റ് ദ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഓഫ് ദ autonomous colleges shall ensure that the proposal will not have the effect of lowering the academic standards prescribed by the university. ശരി, വ്യക്തമാണ് നമ്മുടെ കഴിഞ്ഞ ഒരു മണിക്കൂറുള്ള നമ്മുടെ ചർച്ചയിൽ വിശദമായി വ്യക്തമായി സ്വയംഭരണത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അധ്യാപകരായിട്ടും വൈസ് ചാൻസലർമാരായിട്ടും രാഷ്ട്രീയക്കാരായിട്ടും ബ്യൂറോക്രാറ്റായിട്ടും ഒക്കെ തന്നെ അനുഭവ പാരമ്പര്യവും പരിചയവുമുള്ളവർ സ്വയംഭരണത്തിനെ വിലയിരുത്തുന്നത് സ്വയംഭരണം വളരെയധികം കൺസ്ട്രക്റ്റീവും അതുപോലെ തന്നെ ഡിസ്ട്രക്റ്റീവുമായ ഒന്നാണ് എന്നുള്ള രണ്ട് തരം വാദഗതികൾ നിലനിൽക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള സ്വയംഭരണ അവകാശം കോളേജുകൾ ഏറ്റവും കൺസ്ട്രക്റ്റീവായിട്ട് തന്നെ ഉപയോഗിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഉപയോഗിക്കുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം. ആ ഒരു വിശ്വാസത്തോടുകൂടെ സംവാദത്തിലെ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. സ്വയംഭരണം അതിന്റെ വേദനയിൽ നിന്നും ഉടനെ തന്നെ പുറത്തു വരട്ടെ. അദ്ദേഹം പറഞ്ഞാലേ എണീക്കാൻ പാടുള്ളൂ.